السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي لا تحيط به مدارك العدة ولا تتقيد بحياته الأبدية الأزلية طوال المدة. وهو الذي خلق السماوات والأرض والشمس والقمر والليل والنهار والشجر والدواب وأمر بعبادته فلا نجد من عبادته بدا. وأحمده وحده وأشكر على نعماته شكرا يفوق الشاكرين أبدا. وأستزيده من الفضل والكرم والعطية لما أن كل حمد يشعر على وجوب الحمد تارة أخرى. وأشهد أن لا إله إلا الله وحده لا شريك له شهادة متلألئة الأنوار علية ومتعلقة الأزهار وفية. وأشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم المبعوث بالآيات الثنية والمعجزات الرقية والاعتقادات السمحة الثنية. وصلى الله على سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار في جنات النعيم دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പടിഞ്ഞാറ്റുമുറി ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മതപ്രഭാഷണവും സൗഹൃദ സംഗമത്തിന്റെയും സമാപന ദിവസമായ ഇന്ന് നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ
കെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അവർകൾ, അതുപോലെ നമ്മുടെ വേദിയിൽ പ്രാർത്ഥന നടത്തിയ മനാഫ് ഫൈസി ഉസ്താദ് അവർകൾ, ഖിറാഅത്ത് നടത്തിയ ദാനിഷ് NK, സ്വാഗത ഭാഷണം നടത്തിയ മുഹമ്മദ് സലീം M, നമ്മുടെ ഈ പ്രൗഢമായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആദരണീയരായ ഡോക്ടർ MK അബ്ദുറഹ്മാൻ മുബാറക് സാഹിബ് അവർകൾ, അതുപോലെ ഈ അനുഗ്രഹീതമായ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രഗത്ഭരായ ഉമറാക്കൾ, ഉലമാക്കൾ, ഈ ധന്യമായ സദസ്സിലേക്ക് കടന്നു വന്ന ദീനി സ്നേഹികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ ഒരു സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരികയും ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ഒരുപാട് നന്മകൾ ചെയ്ത് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുവാനും അള്ളാഹു നമ്മൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ എല്ലാ സഹോദരിമാരുടെയും കബറിടങ്ങളെ അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം കഠിന പ്രയത്നം ചെയ്ത ഇതിൻ്റെ കർമ്മോത്സുകരായ സംഘാടകർ, പ്രവർത്തകർ, ഇതുമായി ബന്ധപ്പെട്ട് മാനസിക ശാരീരിക സഹായങ്ങൾ നൽകിയ സഹോദരങ്ങൾ, അള്ളാഹു എല്ലാ ആളുകൾക്കും ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രത്യേകിച്ച് ഭക്ഷണം നൽകിയ വീട്ടുകാർ, അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ സുഖങ്ങളും നൽകി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾക്ക് ലഭിച്ചത് ഒരു സയ്യിദ് ആൻഡ് MLA അല്ലെ, ഒരു തങ്ങളെയാണ്, അതോടൊപ്പം ഒരു MLA കൂടിയാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയൊക്കെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും തൗഫീഖും അള്ളാഹു നൽകട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോ ഇന്നലെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് നാം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ജാഗരൂകരാവുന്നത്. എന്നെ മറ്റൊരാൾ വീക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഞാൻ പൊതുവെ തിന്മയിൽ നിന്ന് പിന്മാറാറുണ്ട്. നമ്മളൊക്കെ എന്നെ വേറെ ഒരാൾ വീക്ഷിക്കുമെന്ന് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് തോന്നിയാൽ നമ്മൾ പൊതുവെ തിന്മകളിൽ നിന്ന് പിന്മാറുകയും നന്മയുടെ ആളുകളായി മാറുകയും ചെയ്യാറുണ്ട്. പൊതുവെ അകം നന്നാക്കാതെ പുറമോടിയിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു സ്വഭാവം. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടം പുറം നന്നാക്കുന്നതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം അകം നന്നാക്കലാണ്. കാരണം ജനങ്ങളൊക്കെ പുറം മൂടി നോക്കുമ്പോൾ അള്ളാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്. ആളുകൾ ശ്രദ്ധിക്കുന്നത് ഡ്രസ് കോഡായിരിക്കും. ഒരുപക്ഷെ വഅൽ പറയുന്ന ഉസ്താദിന്റെ തലപ്പാവായിരിക്കും ആളുകൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ കന്തൂറയായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ വേഷവിധാനങ്ങൾ, അതാണ് ആളുകൾ ശ്രദ്ധിക്കുക. പക്ഷേ അള്ളാഹു വസ്ത്രങ്ങളിലേക്ക് നോക്കാറില്ല. അള്ളാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. എന്തുകൊണ്ടും ജീവിതം വിജയിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ ഹൃദയം ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. നാളെ മഹ്ശറ വൻസഭയിൽ
അള്ളാഹുവിന്റെ മഹാകോടതിയിൽ പ്രയാസങ്ങളില്ലാതെ അവിടെ രക്ഷ ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ബാത്വിൻ, നമ്മുടെ അകം നമ്മൾ നന്നാക്കലാണ്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുമാറാവട്ടെ. അതിനുവേണ്ടി ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുവേ, ആതി അൻഫുസനാ തഖ്വാഹാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തഖ്വ കൊണ്ട് നിറക്കണേ അല്ലാഹ്. ഹൃദയങ്ങളെ തഖ്വ കൊണ്ട് നീ നിറക്കണേ റബ്ബേ. ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. അൻത ഖൈറു മൻ സക്കാഹാ, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ പ്രാപ്തൻ, യോഗ്യൻ അത് നീ മാത്രമാണ് എന്നുള്ളൊരു ദുആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും മുസ്ലിമായി മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുകയും ചെയ്യണേ എന്ന് ദുആ ചെയ്യാൻ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ ശുദ്ധീകരിക്കുമാറാവട്ടെ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ രോഗശയ്യയിൽ കിടന്നിട്ട് അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹു അവനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാൾ മരിച്ചു, ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹു ആ മയ്യിത്തിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങള് നമ്മളാരും കേൾക്കുന്നില്ല, നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല. യുളഉൽ മയ്യിത്തു അലൽ ജനാസ, ഒരു മയ്യിത്തിനെ, ജനാസയെ, ഒരു മയ്യിത്ത് കട്ടിലിൽ വെച്ചത് മുതൽ ഇലാ അയ്യുള അലാ ശഫീരിൽ ഖബ്രി, ഖബറിടത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ചെറിയ ഒരു സമയത്ത് അല്ലാഹു ആ മയ്യിത്തിനോട് 40 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 40 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, അബ്ദീ, മരിച്ചുപോയ മയ്യിത്തിനെയാണ് അല്ലാഹു വിളിക്കുന്നത്. നമ്മളൊക്കെ മയ്യിത്ത് കട്ടിൽ നമ്മുടെ ഷോൾഡറിൽ വെച്ച് നമ്മുടെ വീടിൽ നിന്ന് മയ്യിത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ചെറിയ സമയത്ത് അല്ലാഹു അവനെ വിളിക്കുകയാണ്, അബ്ദീ, എന്റെ അടിമയെ, എന്റെ സഹോദരാ, എന്റെ അടിമയെ. ത്വഹർത, നീ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മനോഹരമാക്കി വെച്ചു. മൻളറൽ ഖൽഖി സിനീൻ, ആളുകൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം മനോഹരമാക്കി, ആളുകൾ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളെല്ലാം ശുദ്ധിയാക്കി, ആളുകൾ വീക്ഷിക്കുന്ന സ്ഥലങ്ങളെല്ലാം നീ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തത്. വമാ തുഖർത മൻളരീസ, എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്ന, ഞാൻ എപ്പോഴും വീക്ഷിക്കുന്ന, ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത് ഭംഗിയാക്കാൻ നീ ശ്രമിച്ചില്ലല്ലോ. അല്ലാഹുവിന്റെ ചോദ്യമാണത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, അങ്ങാടികളിലേക്ക് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ, ജോലിയിലേക്ക് പോകുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിക്കുന്ന നമ്മൾ എന്ത് ശുദ്ധീകരിക്കാനാണ് സമയം കണ്ടെത്തുന്നത്? നമ്മുടെ മുഖം മിനുക്കാൻ, നമ്മുടെ വസ്ത്രം മിനുക്കാൻ, നമ്മുടെ താടിയും നമ്മുടെ മുടിയും ശരീരവും ഭംഗിയാക്കാൻ ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മുടെ താടി
നമ്മുടെ മുടി, നമ്മുടെ വസ്ത്രങ്ങൾ എല്ലാം ആളുകൾ നോക്കുന്ന സ്ഥലമാണല്ലോ. നമ്മുടെ ചെരുപ്പ്, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട്. അതിനേക്കാളും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അത് ശുദ്ധീകരിക്കാൻ ഒരുപാട് സമയം നീ കണ്ടെത്തി. മനോഹരമായ വസ്ത്രം വാങ്ങി 10,000 രൂപയുടെ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ, 5,000 രൂപയുടെ ചെരുപ്പുകൾ ധരിക്കുന്ന ആളുകൾ, ഇതൊന്നും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാർ പട്ട് ധരിക്കരുത്, സ്വർണം ധരിക്കരുത്. ഒരാൾക്ക് ഏറ്റവും നല്ല മുന്തിയ വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇസ്ലാം അതിനെ തടസ്സം നിൽക്കൂല. ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. എത്ര വിലയുള്ള വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, കുഴപ്പമില്ല. എത്ര വിലയുള്ള ചെരുപ്പ് വേണമെങ്കിലും ധരിക്കാം, കുഴപ്പമില്ല. ഇന്നല്ലാഹ യുഹിബ്ബു അയ്യുറാ അസറു നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു ഒരാൾക്ക് അനുഗ്രഹം നൽകിയാൽ, അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകിയാൽ, ആ സമ്പത്ത്, ആ അനുഗ്രഹം അവനിൽ കാണലിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പോ വലിയൊരു മുതലാളിയാണ്. പറഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കണ്ട, തേഞ്ഞു പോയ ചെരുപ്പ് ധരിച്ചു നടക്കേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല, നടന്നാ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നടക്കുന്ന നല്ല മുന്തിയ വസ്ത്രം ധരിക്കുന്നതിലോ ചെരുപ്പ് ധരിക്കുന്നതിലോ കുറ്റമില്ല, അത് തെറ്റല്ല. നമ്മൾക്ക് സമ്പത്തുണ്ടോ, നമ്മൾ നല്ല വസ്ത്രം ധരിക്കാം, നല്ല വീട് വെക്കാം, നല്ല വാഹനം വാങ്ങാം, നല്ല ചെരുപ്പ് വാങ്ങാം, നല്ല ഭക്ഷണം കഴിക്കാം. അതിലൊന്നും ഇസ്ലാം ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതോടുകൂടെ നിന്റെ ഹൃദയവും നീ ശുദ്ധീകരിക്കണം. നിന്റെ ശരീരം ഭംഗിയാക്കാൻ, നിന്റെ ശരീരം മനോഹരമാക്കാൻ നീ ചെലവഴിച്ച സമയം, അതിനേക്കാളും സമയം ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മൾ കണ്ടെത്തണം. അതാണ് അല്ലാഹു ചോദിക്കുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോ കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിച്ച സഹോദരി, ചെറുപ്പക്കാരി, വിദ്യാർത്ഥിനി അരമണിക്കൂറോളം തന്റെ മുഖം മിനുക്കാനും, തന്റെ മഫ്ത ധരിക്കാനും, ഹിജാബ് ധരിക്കാനും, തന്റെ വസ്ത്രങ്ങളുമെല്ലാം കണ്ണാടിയുടെ മുമ്പിൽ ഒരുപാട് സമയം ചെലവഴിച്ച ആ ഒരു സഹോദരി തന്റെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഒരു ദിവസത്തിൽ ഒരു തവണ പോലും ആലോചിച്ചിട്ടുണ്ടോ? ഇത് ആരും കാണില്ല, നാട്ടുകാര് കാണില്ല. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ. ഒരാളുടെ ഹൃദയം കാണാൻ അല്ലാഹു വഴി തന്നിട്ടില്ലല്ലോ. ഹാ പുഞ്ചിരി കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. ഹാ പുഞ്ചിരി, മുഖം നോക്കി പുഞ്ചിരിക്കുന്നവർ അകത്തളങ്ങളിൽ ദേശത്തിന്റെ പ്രതീകമായിരിക്കും. ദേശവും ചൊടിയും പകയും വിദ്വേഷവുമായിരിക്കും അവർ അകത്തളങ്ങളിൽ കൊണ്ടു നടക്കുന്നത്. പക്ഷേ മുഖം നോക്കി പുഞ്ചിരിക്കുന്നവർ നമ്മൾക്കത് തിരിച്ചറിയില്ലല്ലോ. അല്ലാഹു തആല മരിച്ചുപോയ മയ്യിത്തിനോട് ചോദിക്കുന്നു, അബ്ദീ, എന്റെ അടിമയെ, എത്ര വർഷമാണ് നിന്റെ ശരീരം മനോഹരിക്കാൻ നീ സമയം കണ്ടെത്തിയത്? കറുത്തുപോയ താടിയെ, വെളുത്തുപോയ താടിയെ കറുപ്പിക്കാൻ നീ അധ്വാനിച്ചില്ലേ? ശരീരം 6 പാക്ക് ചെയ്യാൻ, മസിൽസും പിക്കപ്സും കൊണ്ടുവരാൻ ജിംനേഷ്യത്തിൽ പോയി, പ്രഭാതങ്ങളിൽ ജോഗിങ്ങിന് പോയി, നിന്റെ ശരീരം നീ നല്ലൊരു ഫിറ്റ്നസ് ഉള്ള ബോഡിയാക്കാൻ ഒരുപാട് അധ്വാനിച്ചു. കുഴപ്പമില്ല. പക്ഷേ അല്ലാഹുവിന്റെ ചോദ്യം ഇതാണ്, ഒരു ദിവസത്തിൽ ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ ഒരു മണിക്കൂറോ ഞാൻ നോക്കുന്ന എന്റെ സ്ഥലം, ഞാൻ നോക്കുന്ന സ്ഥലം ശുദ്ധീകരിക്കാൻ നീ തയ്യാറായില്ലല്ലോ എന്ന് അല്ലാഹു ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു ചോദിക്കും. ഇപ്പൊ ജനങ്ങൾ നോക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ വളരെ ഉഷാറാക്കുക. നല്ല തലപ്പാവ്, നല്ല കന്തൂറ ഒക്കെ കുഴപ്പമില്ല. പക്ഷേ അല്ലാഹു ശ്രദ്ധിക്കുന്ന ഈ ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. വലിയ കുഴപ്പമാണ്. ശുദ്ധീകരിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറാവൻ സഭയിൽ
മൂന്ന് കൂട്ടം ആളുകളെയാണ് ആദ്യം വിചാരണ ചെയ്യുന്നത്. എല്ലാവരും മരിച്ചുപോയി, എല്ലാവരും ലോകത്തോട് വിട പറഞ്ഞു. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മാ ശാ അല്ലാഹ് ثم نفخ أخرى فإذا هم قيام ينظرون. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ കാഹളത്തിലൂതി. രണ്ടാമത്തെ കാഹളത്തിലൂതുമ്പോഴാണ് അന്ത്യനാൾ കഴിഞ്ഞ് എല്ലാവരും മഹ്ശറയിലേക്ക് നടക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ يومئذ يصدر الناس أشتاتا ليروا أعمالهم. എല്ലാവരും എന്റെ നന്മ ഏത്, എനിക്ക് എന്റെ കിതാബ് നന്മയുടെ കിതാബാണോ എന്റെ കയ്യിൽ ലഭിക്കാൻ പോകുന്നത്, എന്റെ വലതു കയ്യിലാണോ കിതാബ് ലഭിക്കാൻ പോകുന്നത്, അല്ല ഇടത് കയ്യിലാണോ എന്റെ കിതാബ് ലഭിക്കാൻ പോകുന്നത് എന്ന വെപ്രാളത്തോടെ വിഷമത്തോടെ എല്ലാവരും മഹ്ശറയിലേക്ക് ഓടുന്ന രംഗം മറക്കാൻ പറ്റുമോ? അതൊക്കെ ആ സമയത്താണല്ലോ നന്മ ചെയ്ത ആളുകൾ, ഒരുപാട് നന്മ ചെയ്ത ആളുകൾ വാഹനങ്ങളിലൂടെ മഹ്ശറയിലേക്ക് ചെല്ലുന്നത്. അല്പം നന്മകളും ചില തെറ്റുകളും ചെയ്ത ആളുകൾ നടക്കുന്നുണ്ട്, മുടന്തി വീഴുന്നുണ്ട്, വീണ്ടും നടക്കുന്നുണ്ട്. അവർക്ക് വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ല. പിന്നെ തിന്മകൾ മാത്രം ചെയ്തവർ, പലിശ തിന്നവർ, മറ്റുള്ളവരുടെ മുതലപഹരിച്ചവർ അവരുടെ വയറിലൂടെ ഇഴഞ്ഞിട്ട് പോകും. അവരുടെ മുഖം കുത്തിയിട്ടായിരിക്കും മഹ്ശറയിലേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ പറഞ്ഞുവല്ലോ വയറിലൂടെ ഇഴഞ്ഞിട്ടായിരിക്കും മനുഷ്യന്മാർ നാളെ മഹ്ശറയിലേക്ക് പോകുന്നതെന്ന്. അതെങ്ങനെയായിരിക്കും നബിയെ? നിങ്ങൾ പറഞ്ഞു വയറിലൂടെ ഇഴഞ്ഞിട്ട് പാമ്പുകളൊക്കെ പോകുന്നത് പോലെയാ മനുഷ്യന്മാര് പോവാ, മുഖം കുത്തിയിട്ടാ മനുഷ്യന്മാര് മഹ്ശറയിലേക്ക് പോവാ. എന്നാൽ അതെങ്ങനെയായിരിക്കും നബിയെ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലയോ സ്വഹാബ, ഇരുകാലിൽ ഭൂമിയിൽ മനുഷ്യന്മാരെ നടത്താനും നടത്തിക്കാനും കഴിഞ്ഞ റബ്ബിനെ വേറിലൂടെ നടത്താൻ കഴിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? പാമ്പുകൾ വേറിലൂടെ ഇഴഞ്ഞു പോകുമ്പോ, പശുക്കൾ നാൽക്കാലിലൂടെ നടക്കുമ്പോ, ഇരുകാലിൽ നടക്കുന്ന മനുഷ്യന്മാരുണ്ടാകുമ്പോ അല്ലാഹുവിനെ നാളെ മഹ്ശറയിലേക്ക് വേറിലൂടെ ഇഴഞ്ഞു കൊണ്ടുപോവാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പലിശ തിന്നുന്ന ആളുകൾ വേറിലൂടെ ഇഴഞ്ഞു പോകുമെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചവർ അന്ധന്മാരാണ്. പലിശ തിന്നുന്നവരെ കുറിച്ചിട്ട്, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കുന്നവരെ കുറിച്ചിട്ട് അന്ധന്മാരായി, ബധിരന്മാരായി, മൂഹന്മാരായി. പിശാച് ബാധയേറ്റതുപോലെ ആളുകൾ നാളെ മഹ്ശറയിലേക്ക് പോകും. അപ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കുന്നത്, അല്ലാഹുവേ എന്റെ കിതാബ് വലതു കയ്യിൽ തരുമോ, അല്ല ഇടതു കയ്യിലാണോ തരുന്നത് എന്ന്. വലതു കയ്യിൽ കിതാബ് വാങ്ങിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അല്ലാഹു പറയുകയാണ്, فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا. ഒരാളുടെ വലത് കയ്യിൽ കിതാബ് കിട്ടിയാലുള്ള നേട്ടം എന്തായിരിക്കും? നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്, പഠിച്ചോനെ എനിക്ക് വലത് കയ്യിൽ കിതാബ് തരണേ, ഇടത് കയ്യിൽ തരല്ലേ എന്ന് നമ്മൾ ദുആ ചെയ്യാൻ. അതുകൊണ്ട് എന്താ നേട്ടം? എന്താ? അല്ലാഹു പറയുന്നുണ്ട്, ഒരാളുടെ വലതു കയ്യിലേക്ക് കിതാബുകൾ ലഭിക്കപ്പെട്ടാൽ അയാളുടെ വിചാരണ ലഘൂകരിക്കപ്പെടും, അയാൾക്ക് വിചാരണ കുറവായിരിക്കും. അല്ലാഹു വലം കയ്യിൽ കിതാബ് വാങ്ങുന്നവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. വിചാരണ
അത് കുറക്കാൻ. വിചാരണയുടെ കഥ പറയണോ? ഒരു ദിവസത്തിലെ വിചാരണ നടക്കുക, ഒരൊറ്റ ഒരു ദിവസം. പക്ഷേ ആ ദിവസത്തിന് ഇത്ര ദൈർഘ്യം ഉണ്ടെന്നറിയോ? 50,000 വർഷം ദൈർഘ്യം. ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യം. സുബ്ഹാനല്ലാഹ് അല്ലേ? ഇന്നിപ്പോ 2016 ആയിട്ടുള്ളൂ. പിന്നെ BC-യും AC-യും മറ്റേ എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കിയാല്, AD ഒക്കെ നോക്കിയാൽ ഏകദേശം 50,000 കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലാഹു ആലം. പക്ഷേ ഒരു ദിവസത്തിലെ വിചാരണ നടക്കാതെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. ഒരു ദിവസത്തിലാണെങ്കിലും 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറാവൻ സഭയിൽ എല്ലാവരും കൊതിക്കുന്നത്, അല്ലാഹുവേ എന്റെ വലത് കയ്യിൽ കിതാബ് തരണേ എന്നാണ്. അല്ലാഹു നൽകട്ടെ. അങ്ങനെ നൽകിയാലോ അയാൾക്ക് വിചാരണ ലഘൂകരിക്കപ്പെടും. വേറൊരു വഴി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഹാസിബു ഖബ്ല അൻ തുഹാസബു. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ ഇന്നത്തെ ദൈനംദിനം ഇന്ന് ഞാൻ ചെയ്തു കൂട്ടിയ നന്മകളും തിന്മകളും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാളെ മഹ്ശറയിൽ ഹിസാബ് ലഘൂകരിക്കപ്പെടാൻ ഏറ്റവും ഉപകാരമാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. സിമ്പിളാണ്. ഇന്ന് വേള കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ വീട്ടിൽ ചെന്നു, ഭക്ഷണം കഴിച്ചു, വുളൂ ചെയ്ത് കിടന്നുറങ്ങി, പല്ല് തേച്ച് വുളൂ ചെയ്ത് കിടന്നുറങ്ങാൻ വേണ്ടി വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ദിക്റൊക്കെ ചൊല്ലി നമ്മൾ കിടക്കുമ്പോ ഇന്നത്തെ സുബഹി മുതൽ ഈ രാത്രി വരെയുള്ള സമയം ആലോചിക്കുക. സുബഹി ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? സുബഹിക്ക് ശേഷം ഞാൻ എത്ര സമയം ഉറങ്ങി? അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഇന്ന് ളുഹർ നിസ്കരിച്ചിട്ടുണ്ടോ? ളുഹറിന്റെ മുമ്പത്തെ സുന്നത്തുണ്ടോ? ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചോ? ഇന്ന് എത്ര സമയം സിനിമ കാണാൻ ഞാൻ ചെലവഴിച്ചു? എത്ര സമയം മൊബൈൽ ഫോണിന്റെ മുന്നിൽ ചെലവഴിച്ചു? എത്ര സമയം ഖുർആനിന് വേണ്ടി ചെലവഴിച്ചു? എത്ര സമയം ദിക്ർ ചൊല്ലാൻ വേണ്ടി ചെലവഴിച്ചു? മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ടോ? ഇശാ നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു കാൽക്കുലേഷൻ, ഒരു ഹിസാബ്, ഒരു വിചാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്താൽ ഇന്നത്തെ ദിവസമായിരിക്കില്ല നിങ്ങൾക്ക് നാളേക്ക് വരാനുള്ളത്. നാളത്തെ ദിവസമായിരിക്കില്ല മറ്റന്നാൾ. ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് നന്മയുടെ പ്രതീകമായി മാറും. ഇത് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരാൻ. പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഹിസാബ് ചെയ്യണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾക്ക് പേടി തോന്നും, പടച്ചോനെ 24 മണിക്കൂർ തന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ലല്ലോ. ഭൂരിഭാഗം സമയവും ഞാൻ സിനിമയുടെയും ടിവിയുടെയും കളിയുടെയും മൊബൈൽ ഫോണിന്റെയും മുമ്പിൽ ചെലവഴിച്ചു. ചങ്ങാതിമാരുടെ മുമ്പിൽ പ്രണയിക്കുന്ന കാമുകമാർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. എന്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്ത് ചെലവഴിച്ചു എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നാലോ നാളെ നിങ്ങളുടെ തെറ്റ് കുറയും. നാളെയും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹിസാബ് ചെയ്യാം, മറ്റന്നാളും ഹിസാബ് ചെയ്യാം. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾക്കൊരു വിചാരണ വരാനുണ്ട്. ആ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊരു വിചാരണ, അങ്ങനെ വിചാരണ ചെയ്താൽ നാളെ മഹ്ശറയിലുള്ള വിചാരണ കുറക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരാളുടെ വലം കൈയിലേക്ക് കിതാബുകൾ നൽകപ്പെട്ടാൽ അയാളുടെ വിചാരണ ലഘൂകരിക്കപ്പെടും. അയാൾ പറയും, എന്താ എല്ലാ ദിവസവും വിചാരണ ചെയ്ത ആളാണെങ്കിൽ അയാൾ പറയും, ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. അല്ലാഹുവേ ഇങ്ങനെ ഒരു വിചാരണ ഞാൻ ദുനിയാവിൽ വെച്ച് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുമ്പോ വിചാരണ ചെയ്യാതെ കിടന്നുറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ നിന്നെ ഓർക്കാതെ കിടന്നുറങ്ങിയിട്ടില്ല. فهو في عيشة راضية في جنة عالية قطوفها دانية. ഇങ്ങനെയുള്ള ആളുകൾ അല്ലാഹു നാളെ സ്വർഗീയ സുഖങ്ങളാണ് നൽകാൻ പോകുന്നത്. എന്നാൽ ഒരാളുടെ കൈകളിലേക്ക്, ഇടത് കൈയിലേക്കാണ് കിതാബ് നൽകപ്പെടുന്നതെങ്കിൽ അല്ലാഹു പറയുകയാണ്,
ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇടത് കൈയിലേക്ക് കിതാബ് നൽകപ്പെട്ടാൽ ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, അല്ലാഹുവേ ഈ കിതാബ് എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അല്ലാഹുവേ ഈ കിതാബ് എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എല്ലാവരും കൊതിച്ചു പോകുന്ന ദിവസം വരും. ഇടത് കൈയിലേക്ക് കിതാബ് ലഭിച്ചാൽ എന്നിട്ട് അയാൾ പറയും വലം അദ്മാ ഹിസാബിയ, എന്താണ് ഈ ഹിസാബ്, എന്താണ് ഈ വിചാരണ, ഇതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു ഹിസാബ് വരുമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ലല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ, ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും ചങ്ങാതിമാരെയും എല്ലാവരെയും നെവർ മൈൻഡ് ചെയ്ത് ഓടിക്കളയുന്ന എന്റെ ശരീരം മാത്രം മതി എന്ന് ആലോചിക്കുന്ന ഒരു സമയം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ എന്ന് പറയാൻ തുടങ്ങും. വലം അദ്രി മാ ഹിസാബിയ, എന്താണ് ഈ ഹിസാബ് എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മാ അഗ്നാ അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ലല്ലോ. ഒരുപാട് സമ്പത്തുണ്ടായി, 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഇന്ന് ഉപകരിക്കാത്തതുപോലെ എന്റെ സമ്പത്തുകൾ എനിക്ക് നാളേക്ക് ഉപകാരം വന്നില്ലല്ലോ. ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ട് ഇവിടെ രക്ഷപ്പെടാൻ എനിക്ക് പറ്റിയില്ലല്ലോ. പറയാണ് മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരവും എനിക്ക് ഉപകരിച്ചില്ലല്ലോ. ഞാൻ നാട്ടിലെ മന്ത്രിയായിരുന്നു, MP ആയിരുന്നു, MLA ആയിരുന്നു, പള്ളി പ്രസിഡന്റ് ആയിരുന്നു, വാർഡ് മെമ്പർ ആയിരുന്നു, പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരവും എനിക്ക് ഉപകാരം ചെയ്തില്ലല്ലോ. ഖുദൂഹു ഫഗുല്ലു തുമ്മൽ ജഹീമ ഫസല്ലു തുമ്മൽ ജഹീമ സല്ലു, ഇവരെ നരകത്തിലിട്ട് കരിക്കാൻ അല്ലാഹു നാളെ മഹ്ശറാവൻ സഭയിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ മഹ്ശറാവൻ സഭയിൽ അല്ലാഹു ആദ്യമായി വിളിക്കുന്നത് 3 കൂട്ടം ആളുകളെയാണ്. 3 പേരെ വിളിക്കുക. ആദ്യത്തെ ചോദ്യം ഫഅവ്വലു മാ യുഖ്ളാ, ആദ്യം അല്ലാഹു ഹിസാബിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുന്നത് 3 കൂട്ടം ആളുകളെയാണ്. 1 ഷഹീദ്, രക്തസാക്ഷി. അല്ലാഹുവിന്റെ മാർഗത്തിലെ സമ്പത്തും കുടുംബവും മക്കളെയുമെല്ലാം സമർപ്പിച്ച് രണാങ്കണത്തിൽ പോരാടി മരിച്ചുപോയ ഷഹീദിനെയാണ് അല്ലാഹു നാളെ ആദ്യമായി ഹിസാബിന് വേണ്ടി വിളിക്കുന്നത്. ശ്രദ്ധിക്കണം സഹോദരങ്ങൾ. ആരായി ഷഹീദ് എന്ന് പറഞ്ഞാൽ? അല്ലെ, ഷഹീദ് എന്ന് പറഞ്ഞാൽ ആര്? അവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ഇവരെങ്ങനെയാണോ മരിച്ചത്, എങ്ങനെയാണോ ഷഹീദായത്, അതേ ഒരു രക്തക്കറയോടെ അതേ ഒരു വസ്ത്രം ധരിച്ചിട്ട് മയ്യിത്ത് കുളിപ്പിക്കുക പോലും ചെയ്യാതെ മറമാടുന്നവർ അതേപോലെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. പക്ഷേ ഒരു ഷഹീദിനെ അല്ലാഹു നാളെ ആദ്യമായി ഹിസാബിന് വേണ്ടി വിളിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു കൊടുക്കും, ഞാൻ നിനക്ക് നൽകിയ ഉപകാരങ്ങളെ കുറിച്ച്. നിനക്ക് ആയുധം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി തന്നതാരാ? അല്ലാഹുവേ നീയാണ്. നിനക്ക് യുദ്ധം ചെയ്യാനുള്ള ആയുധ പാഠവും തന്നതാരാ? അല്ലാഹുവേ നീയാണ്. ആരോഗ്യം തന്നതാരാ? ഞാനാണ്. എന്നാൽ ഫമാ അമിൽത ഫീഹാ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഫഅറഫഹു നിഅമ, നിനക്ക് ആരോഗ്യവും സമ്പത്തും വാളും ആയുധവും എല്ലാം തന്നിട്ട് എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു നാളെ ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, അല്ലാഹുവേ 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 ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ, ഞാൻ പടപൊരുതി പോരെ, എന്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട്, എന്റെ മക്കളെ ഉപേക്ഷിച്ചിട്ട്, എന്റെ വീട് ഉപേക്ഷിച്ചിട്ട്, എന്റെ സമ്പത്ത് ഉപേക്ഷിച്ചിട്ട്, എന്റെ ജോലിയും സമ്പാദ്യങ്ങളുമെല്ലാം ഉപേക്ഷിച്ചിട്ട്, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ,
നിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മുദ്രാവാക്യം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പാറി പറക്കാൻ വേണ്ടി ഞാൻ എന്റെ ശരീരത്തെ നിനക്ക് വേണ്ടി സമർപ്പിച്ചതുപോലെ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുകയാണ്, പൊന്നുമോനെ കദബത കദബത കദബത, നീ പറഞ്ഞത് പച്ച നുണയാണ്, കള്ളമാണ്, കള്ളത്തരമാണ്. നീ എനിക്ക് വേണ്ടിയല്ലല്ലോ യുദ്ധം ചെയ്തത്, എനിക്ക് വേണ്ടിയല്ലല്ലോ പോരാടിയത്, എനിക്ക് വേണ്ടിയല്ലല്ലോ രണാങ്കണത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ നീ യുദ്ധം ചെയ്യാനുള്ള കാരണം ആളുകൾ പറയട്ടെ നീ ഒരു യോദ്ധാവാണെന്ന്, ആളുകൾ പറയട്ടെ നീ ഒരു ധൈര്യവാനാണെന്ന്, ആളുകൾ പറയട്ടെ നിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, നിന്റെ കഴിവിനെ കുറിച്ച്, നിന്റെ ആയുധ പാടവത്തെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യാനും ഫെയിമിനും പ്രശസ്തിക്കും വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അറിയാതെ നീ മരിച്ചുപോയി. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ കളവ് പറയാ, എനിക്ക് വേണ്ടിയല്ല. എപ്പോഴായി ചോദ്യം ഉണ്ടാവാ? നീയത്ത് മോശമായി പോയാൽ. യുദ്ധമൊക്കെ നല്ലതാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ നല്ല കാര്യമാണ്. പക്ഷേ നീയത്ത് നന്നാവാതെ സംഘടനാ പ്രവർത്തനം നടത്തുക, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, സാമൂഹിക പ്രവർത്തനം നടത്തുക നല്ല കാര്യമാണ്. പക്ഷെ നീയത്ത് നന്നാവാതെ സമൂഹത്തിന്റെ ഇടയിൽ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, ആളുകൾ പറയാൻ വേണ്ടി, സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടി, നോട്ടീസിൽ പേര് വരാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ഈ ഒരു നീയത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ച കാര്യം പോക്കാണ്. രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ സംഘടനാ പ്രവർത്തകളൊക്കെ പെട്ടു വിഷയത്തില്. നമ്മളൊക്കെ സമൂഹത്തിന് വേണ്ടി ഒരു മെഴുകുതിരി പോലെ, ചില ആളുകളുണ്ട് മെഴുകുതിരി പോലെ സമൂഹത്തിന് വേണ്ടി കത്തി 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 തീർന്നു പോവാണവർ. സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചിട്ടുണ്ടാവൂല, പക്ഷേ ഹൃദയത്തിന്റെ ചെറിയ ഒരു വ്യതിയാനം, ചെറിയ ഒരു മാറ്റം, മനസ്സിൽ ഇഖ്ലാസിന്റെ ഒരു കുറവ് വന്നു പോയാൽ അള്ളാഹു പിടികൂടും. നാളെ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല, പ്രശസ്തിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല, സ്റ്റേജിലും സദസ്സിലും കയറാൻ വേണ്ടിയിട്ട്, സമൂഹത്തിലെ ആളുകൾ പറയാൻ വേണ്ടിയിട്ട് സംഘടന പ്രവർത്തനം നടത്തിയിട്ടും കാര്യമില്ല. ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്ന ചോദ്യം വമാദാ സനഅത ഫിയ, എന്റെ കാര്യത്തിൽ നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ ഞാൻ ദീനിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നത് കദബത, നീ പറഞ്ഞത് പച്ച നുണയാണ്, എനിക്ക് വേണ്ടിയല്ല, നീ പ്രവർത്തിച്ചത് എന്റെ താല്പര്യത്തോടെയല്ല, ആളുകൾക്ക് വേണ്ടി. അതുകൊണ്ട് മലക്കുകളെ വിളിക്കും, കൊണ്ടുപോകൂ നരകത്തിലേക്ക്. എന്നിട്ട് അവന്റെ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം നാളെ മഹ്ശറയിൽ വരാനിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒന്നാമത്തേത് രക്തസാക്ഷിയാണ്. രണ്ടാമത്തേത് ആലിം, പണ്ഡിതൻ, ഉസ്താദുമാർ, വഅദ് പറയുന്ന ആളുകൾ. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ആമീനൊന്നും പറയുന്നില്ലല്ലോ, നമ്മൾ നരകത്തിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുക. പണ്ഡിതന്മാർ, ഖുർആൻ പണ്ഡിതന്മാർ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകുമാറാവട്ടെ. വലിയ വിഷയമാണ്. വഅദ് പറയാൻ എളുപ്പമാണ്, പക്ഷേ വഅദ് പറഞ്ഞതുപോലെ ജീവിക്കാനും നിയ്യത്ത് നന്നാക്കുവാനുമാണ് പണി. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യുക, ഇഖ്ലാസിനും തഖ്വയ്ക്കൊക്കെ വേണ്ടി. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പേടി തോന്നുന്നുണ്ട് ഹദീസൊക്കെ കാണുമ്പോൾ. രണ്ടാമത് വിളിക്കുന്നത് ആലിമിനെയാണ്, വഅദ് പറയുന്ന ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഖുർആൻ പണ്ഡിതന്മാരെ, ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളുകളെ അല്ലാഹു നാളെ മഹ്ശറയിൽ രണ്ടാമത് വിളിക്കും. എന്നിട്ട് അയാളോട് പറയും ഫഅറഫഹു നിഅമ, നിനക്ക് പഠിക്കാനുള്ള സൗകര്യം ഞാൻ തന്നിട്ടില്ലേ, ബുദ്ധിശക്തി ഞാൻ തന്നിട്ടില്ലേ, ഓർമ്മശക്തി ഞാൻ തന്നിട്ടില്ലേ, പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി, പുസ്തകം വാങ്ങാൻ, കിതാബ് വാങ്ങാൻ, വസ്ത്രം വാങ്ങാൻ, ഭക്ഷണം കഴിക്കാനുള്ള സഹായങ്ങൾ പോലും ഞാൻ തന്നിട്ടില്ലേ. ഫമാ അമിൽത ബിഹാ, അല്ലെങ്കിൽ ഫമാദാ സനഅത ഫിയ, എനിക്ക് വേണ്ടി എന്താണ് നീ ചെയ്തത്. ഫഅറഫഹു നിഅമ, ഇതൊക്കെ തന്നിട്ടില്ലേ? ഉണ്ട്. ആരാ തന്നത്? പഠിച്ചോണ്ട് നീയാ. ബുദ്ധിശക്തി തന്നത് നീയാണ്, ഓർമ്മശക്തി തന്നത് നീയാണ്, ഇൽമ് തന്നത് നീയാണ്, വീടും വസ്ത്രവും ജോലിയും എല്ലാം തന്നത് നീയാണ്. ഫമാദാ അമിൽത ഫീഹ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്, എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? അയാൾ പറയാൻ, അല്ലാഹുവേ
അല്ലാഹുവേ, ഇടതടവില്ലാതെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ എല്ലാ ദിവസവും വഅദ് പറഞ്ഞ് ഞാൻ നടന്നിട്ടുണ്ട്. ഉറക്കമില്ലാതെ വീടും കുടുംബവുമില്ലാതെ മക്കളില്ലാതെ ഭാര്യമാരില്ലാതെ നാടുനീളെ ഞാൻ വഅദ് പറഞ്ഞ് നടന്നിട്ടുണ്ട്. രാത്രി 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ എല്ലാ ദിവസവും ഞാൻ വഅദ് പറഞ്ഞിട്ട് ആളുകളിലേക്ക് ഖുർആൻ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കദബ്ത, നീ പറഞ്ഞത് നുണയാണ്, പച്ച നുണയാണ്. നീ വഅദ് പറഞ്ഞത് എന്നോടുള്ള താല്പര്യം കൊണ്ടല്ലല്ലോ. ആളുകൾ നന്നാവണമെന്ന താല്പര്യം നിനക്കുണ്ടായിട്ടില്ലല്ലോ. ആളുകൾ നന്നാവാനോ, ആളുകൾക്ക് എന്തെങ്കിലും ഒരു തത്വ ലഭിക്കട്ടെ, എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കട്ടെ, എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവട്ടെ എന്ന താല്പര്യത്തോടെ അല്ലല്ലോ നീ വഅദ് പറഞ്ഞത്. പക്ഷേ വഅദ് പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ വലിയൊരു പ്രഭാഷകനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടി, ആളുകൾ പറയാൻ ഫ്ലക്സിലൊക്കെ കാണുന്നില്ല ഫോട്ടോ, അങ്ങനെ ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഫ്ലക്സിൽ ഫോട്ടോ കൊടുക്കുന്നതിന് നമ്മൾ സപ്പോർട്ടില്ല കേട്ടോ. ആദ്യം പറയാം, ഞാൻ ഫോട്ടോ ആർക്ക് അയച്ചു കൊടുക്കാറില്ല. ഫ്ലക്സിൽ ഫോട്ടോ വേണ്ടി, നോട്ടീസിൽ ഫോട്ടോ, അതൊക്കെ മൊത്തം ഫോട്ടോ ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ ഫോട്ടോ സംസ്കാരത്തിന് വേണ്ടിയിട്ട് വഅദ് പറഞ്ഞു അല്ലേ, നല്ല രസമായിരിക്കും. പക്ഷെ ടൗണിലൊക്കെ പോകുമ്പോ ഫുള്ള് പ്രഭാഷകന്മാരുടെ ഫോട്ടോ കാണുമ്പോ, സ്വന്തം ഫോട്ടോ കാണുമ്പോ ചിലപ്പോ നല്ല രസം തോന്നുന്നുണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ വഅദ് പറഞ്ഞത്. നിന്റെ ഹൃദയത്തിൽ ആളുകൾ നന്നാവണമെന്നൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? ദീനീ ദഅവത്ത് എന്നൊരു ബോധമുണ്ടായിട്ടുണ്ടോ? എനിക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണോ വഅദ് പറഞ്ഞത്? അല്ല. സമൂഹത്തിന്റെ ഇടയിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണോ നീ വഅദ് പറഞ്ഞത്? അതുകൊണ്ട് കദബ്ത, നീ പറഞ്ഞത് പച്ച നുണയാണ്. കൊണ്ടുപോകൂ നരകത്തിലേക്ക്, കൊണ്ടുപോകൂ നരകത്തിലേക്ക്. ഇത് കേൾക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ മാലാഖമാർ കടന്നു വന്നിട്ട് മുഖം കുത്തി പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, ഖുർആൻ പണ്ഡിതന്മാരെ അല്ലാഹു നാളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തഖ്വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ നിയ്യത്ത് നീ നന്നാക്കണേ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, എല്ലാ ദിവസവും ഊണ് ഉറക്കില്ലാതെ വഅദ് പറഞ്ഞു നടന്ന ഒരാള് നാളെ നരകത്തിലെത്തിയാലുള്ള കഥ ഒന്ന് ആലോചിച്ചു നോക്കി. നിങ്ങളിതായാലും സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിരിക്കൂലേ? ഇയാളാണ് പടിഞ്ഞാറ്റുമുറിയിൽ വേദന വന്നിട്ട് ഇയാൾ പോകുന്ന കണ്ടില്ലെങ്കിൽ ദുആ ചെയ്യണം എല്ലാവർക്കും വേണ്ടി. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇനി തെറ്റ് ചെയ്യാത്ത ആളുകൾ വഅദ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. നടക്കോ? വഅദ് പറയുന്ന ആളുകളൊക്കെ മഅസൂമികളാണ് എന്ന് സംഭവിക്കോ? ഇല്ല, അത് സംഭവിക്കൂല. മഅസൂം, തെറ്റ് ചെയ്യാത്ത ഒരാൾ, അത് അല്ലാഹുവിന്റെ ഹബീബാണ്. ലോകത്ത് അവസാനമായിട്ടൊരു മഅസൂം ഇറങ്ങിയത്, തെറ്റ് ചെയ്യാത്ത ഒരാൾ ഇറങ്ങിയത്, അത് അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ആളുകളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വഅദ് പറയാൻ പാടില്ലെന്നാണ്? നമ്മളൊക്കെ ദോഷികളാണ്, തെറ്റുകാരാണ്. തെറ്റുകാരും വഅദ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് പ്രഭാഷണങ്ങളോ ദഅവത്തോ ഒന്നും നടക്കൂല. കാരണം ഹബീബിന്റെ വഫാത്തോടു കൂടി മഅസൂമിങ്ങൾ അസ്തമിച്ചു, തെറ്റ് ചെയ്യാത്ത ആളുകൾ അസ്തമിച്ചിരിക്കുകയാണ്. പക്ഷേ മാക്സിമം സൂക്ഷിക്കുക, പറയുന്ന ആളും കേൾക്കുന്ന ആളുകളൊക്കെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമതായി അല്ലാഹു വിളിക്കുന്നത് ഒരു പണ്ഡിതനെ, ഒരു ആലിമിനെ. നീ വഅദ് പറഞ്ഞു, ഖുർആൻ ക്ലാസ് എടുത്തു, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ ഓതി കൊടുത്തു, എല്ലാം ശരി തന്നെ. പക്ഷെ നീ, നിന്റെ മനസ്സിലുള്ള താല്പര്യം ആളുകൾ പറയണം നീ നല്ലൊരു വായിലാണെന്ന്, നല്ലൊരു ഖുർആൻ പണ്ഡിതനാണെന്ന്. എനിക്ക് വേണ്ടിയല്ലല്ലോ നീ വഅദ് പറഞ്ഞത്. അതുകൊണ്ട് ആൾക്കാരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വഅദ് പറഞ്ഞ നീ നാട്ടുകാരോട് പോയിട്ട് പ്രതിഫലം ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് അല്ലാഹു നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ഒരാൾ വലിയ ഒരു മുതലാളി, നാട്ടിലുള്ള ധർമ്മിഷ്ഠനായ ധനികനായ മുതലാളി. അയാൾ അല്ലാഹു വിളിക്കുന്നുണ്ട്. അയാളോട് ഫഅറഫഹു നിഅമ, നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയിട്ടില്ലേ? നിനക്ക് ഞാൻ ടെക്സ്റ്റൈൽസുകൾ ഒരുപാട് നിർമ്മിക്കാനും ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താനുമുള്ള തൗഫീക്ക് നൽകിയിട്ടില്ലേ? ഖത്തറിലും ദുബായിലും ഗൾഫിലുമൊക്കെ നാട്ടിലുമൊക്കെ ഒരുപാട് ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും സ്വത്തുകളും നിന്റെ കയ്യിലുണ്ട്. ഒരുപാട് ജ്വല്ലറികൾ നിന്റെ കയ്യിലുണ്ട്.
ലോഡ്ജുകൾ നിന്റെ കയ്യിലുണ്ട്. ലോകത്തിന്റെ എല്ലാ സാമ്പത്തിക വരുമാനങ്ങളിലും ഒരു ഓഹരി നിനക്ക് ലഭിക്കാനിടയായിട്ടുണ്ട്. പക്ഷേ ഫമാദാ അമിൽത ബിഹാ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എനിക്ക് വേണ്ടി ആരാണ് നിനക്ക് സമ്പത്ത് നൽകിയത്? ആരാണ് നിനക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നൽകിയത്? നീയാണ് റബ്ബേ, നീയാണ് അല്ലാഹ്. എന്നാൽ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അവൻ പറയുകയാണ്, അല്ലാഹ് നിനക്ക് ഇഷ്ടമുള്ള വഴിയിലൊക്കെ ഞാൻ സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു മദ്രസ നിർമ്മിക്കുമ്പോ അതിനു വേണ്ടി ഞാൻ 10,000 നൽകിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് വടകരയിൽ പുല്ലൂക്കര എന്നൊരു സ്ഥലത്ത് മദ്രസ നിർമ്മാണവുമായിട്ടൊരു വാല് നടന്നപ്പോ ആ നാട്ടുകാരോട് പിരിവിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. വാല് പറയുന്നതിന്റെ ഇടയിൽ തന്നെ ആ നാട്ടിലുള്ള സഹോദരികൾ എല്ലാവരും ഓരോ ആളുകൾ ഓരോ വളകളുമായി, ഓരോ മോതിരങ്ങളുമായി, ഓരോ അലിക്കത്തുകളുമായി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു വാക്ക് പോലും പറയാതെ മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി 2 പവൻ പോലും വലിപ്പമുള്ള സ്വർണത്തിന്റെ ആഭരണങ്ങൾ കൊണ്ടുവരുമ്പോ 5,000-ങ്ങളും 10,000-ങ്ങളും കൊണ്ടുവരുമ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു അവർക്ക് ഖൈർ നൽകട്ടെ, അവരുടെ സംഭാവന അല്ലാഹു സ്വീകരിക്കട്ടെ, അവരുടെ സ്വതക്കകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ദീനിയായ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു എന്ന് അല്ലാഹുവിനോട് നാളെ പറയാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ഒരു സദസ്സിൽ ഒരു 60,000 രൂപ ചെലവുണ്ട്. 60,000 രൂപ. ആ ഒരു 60,000 രൂപ ഇന്ന് ഈ സദസ്സിൽ നിന്ന് സംഘാടകർക്ക് ലഭിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകുവോ? എന്താണ് നിങ്ങൾ മിണ്ടാത്തത്? പറ്റുമോ? നിങ്ങൾ ഉറക്കെ ഇൻഷാ അല്ലാഹ് എന്ന് പറയേ. എന്താണ് പഠിച്ചോനെ, പടിഞ്ഞാറ്റുമുറിയനല്ലേ? വലിയ ബിൽഡിങ്ങും മദ്രസയും വലിയ പള്ളിയും നാടും വീടൊക്കെ ഉഷാറാണ്. ആ ഒരു സമയത്ത് ഒരാളൊരു 500 രൂപ ഏറ്റെടുത്താൽ വളരെ സിമ്പിൾ ആയിട്ട് 60 ആൾ 1000 ഏറ്റെടുത്താൽ എത്രയായി? 60,000 ആയി. 120 ആളുകൾ 500 രൂപ ഏറ്റെടുത്താൽ 60,000 രൂപയായി. നിങ്ങൾ ഏറ്റെടുക്കോ? 500 കഴിയുന്ന ആളുകളൊന്ന് കൈപ്പൊക്കോ? 1000 കഴിയുന്ന ആളുകളൊന്ന് കൈപ്പൊക്കോ? ഞാൻ ചോദിച്ചാലേ ഒന്ന് 1000 കഴിയുന്ന ആളുകളൊക്കെ കൈപ്പൊക്കിയേ നോക്കട്ടെ. സദസ് പെണ്ണുങ്ങൾ ആണുങ്ങൾ എല്ലാവരും. ആരുമില്ല. എന്നാ ഒന്ന് ഞാൻ തരാം. 1000 രൂപ ഞാൻ ഏറ്റെടുക്ക. എന്നാ നിങ്ങളുണ്ടോ? 2 ഞാനും നിങ്ങൾ 2 3 വരട്ടെ 3 ആളുള്ളൂ. പൊക്ക് ദീനിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ സംഘാടകർക്ക് നഷ്ടമുണ്ടാവരുത്. 60,000 പെണ്ണുങ്ങളുണ്ടോ? 3 ആളായിട്ടുള്ളൂ. പെണ്ണുങ്ങളുണ്ട് 4 5 6 പോരല്ലോ. 6 പോരല്ലോ എന്നുണ്ടോ? 7 ഒന്നുമില്ല. നമ്മുടെ സംഘാടകർക്ക് നഷ്ടമുണ്ടാവരുത്. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കൂടുതലായിട്ടൊരു പിരിവുണ്ടാക്കാൻ എനിക്ക് പിരിവിന്റെ കാര്യം അറിയില്ല. ഞാൻ പറഞ്ഞതാണ് ഇവർക്ക് നഷ്ടമുണ്ടാവരുത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 1000 നൽകാൻ താല്പര്യമുള്ള 6 7 10 ആളുകളുള്ളൂ അല്ലെ? എന്നാൽ ഒരു 500 നൽകാൻ കഴിയുന്ന ആളുകൾ, ഏതായാലും നോട്ടിന് വിലയില്ലാത്ത സമയമാണ്. 1 2 മാഷാ അല്ലാഹ്, 2 ആള് 3 ആള് 4 5 6 7 കുട്ടികൾ പൊക്കിയാൽ ഉപ്പ തരേണ്ടവരെ 7 8 താഴ്ത്തിക്ക് പൊക്കിയാള് താഴ്ത്തിക്ക്. ഞാൻ പെണ്ണുങ്ങള് എവിടെയാണ്? പെണ്ണുങ്ങളൊന്നും ഇല്ലേ? 500 ഇല്ല നിങ്ങളെ കയ്യിൽ? കൊടുത്തു കഴിഞ്ഞോ? ബാങ്കിൽ ക്യൂ നിന്നിട്ട് എവിടെ പോയാലും ക്യൂ തന്നെ. വരുന്ന വഴിയിലൊക്കെ ക്യൂ ആണ്. മുമ്പ് ഈ ക്യൂ കണ്ടത് എവിടെയെന്നറിയോ? എന്ന് വാതിന് പോകുമ്പോഴും ക്യൂ കണ്ടാലും എനിക്ക് ആദ്യം ഞാൻ എന്റെ മനസ്സിൽ വരുന്നൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്കറിയാം എവിടെയെന്ന്? എവിടെ? പറഞ്ഞോളി. എവിടെ? വിദേശ മദ്യഷാപ്പ്. എന്ന് എവിടെ വാല് പോകുമ്പോ ക്യൂ കണ്ട ഞാൻ ഉറപ്പിക്കും അത് വിദേശ മദ്യഷാപ്പാണെന്ന്. ഇന്ന് പിന്നെ വിദേശ മദ്യഷാപ്പിൽ 500 കൊണ്ടുപോയാലേ 500 വേണ്ട, 1000 അതും വേണ്ട. നിങ്ങൾ വെച്ചോ, പോലീസുകാരെല്ലാം അടിച്ചു മാറാണെന്ന് കേട്ടു. എനിക്ക് 100 രൂപയുടെ ഹെൽമെറ്റിന് പോലീസുകാർ 500 വാങ്ങിക്കുക. ചില്ലറയില്ല, എന്നാ പോയിക്കോ, 500 തന്നിട്ട് പോയിക്കോളൂ. അപ്പൊ ഏതായാലും 500 രൂപ 500നും 1000നും വിലയില്ലാത്ത ഈ ഒരു സാഹചര്യത്തില് ദീനിന് വേണ്ടി ഇങ്ങനെ ഒരു 500 രൂപ കൊടുക്കാൻ താല്പര്യമുള്ള ഒരു 10 ആളായി. പിന്നെ ബാക്കി കൈപ്പൊക്കും ദയവ് ചെയ്ത്. 500 ചെറിയ പൈസയില്ല. 500 ഒക്കെ 500 കഴിഞ്ഞോ? 500 കഴിഞ്ഞു, പോട്ടെ. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു 100 രൂപ തരാൻ പറ്റുന്ന ആളുകളൊക്കെ കൈപ്പൊക്കിയേ. 100 രൂപ ആരുണ്ടാവില്ലല്ലോ. 1 1 2 3 4 5 6 7 8 9 10 11 12 പെണ്ണുങ്ങള് ഇൻഷാ അല്ലാഹ്. ഇനി കൈയൊന്നും പൊക്കണ്ട.
സംഘാടകർ ബക്കറ്റുമായി വരുമ്പോൾ ഇൻഷാ അല്ലാഹ് 1000 പറഞ്ഞ ആളുകൾ കൂടുതൽ കഴിയെങ്കിൽ കൂടുതലിടുക, 500 പറഞ്ഞ ആളുകൾ കൂടുതൽ കഴിയെങ്കിൽ കൂടുതലിടുക, പിന്നെ പറയാത്ത ആളുകൾക്കും 1000 500 കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിടുക, 100 പറഞ്ഞവർ 100-നേക്കാൾ കൂടുതൽ കഴിയെങ്കിൽ അതിടുക. ഏതായാലും ഇന്നത്തെ ഈ ബക്കറ്റ് പിരിവ് കഴിയുമ്പോഴും ഈ 60,000 രൂപ നമ്മുടെ സംഘാടകർക്ക് പിന്നെ എന്താവണം, ശരിയാവണം. അവർക്ക് കടമില്ലാത്ത രീതിയിൽ ഇതൊന്ന് കഴിച്ചുകൂട്ടാൻ നിങ്ങൾ സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ സജീവമായി സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ മുതലാളിമാർ അല്ലാഹു വിളിക്കും എത്രയും നാളെ മഹ്ശറയിൽ. മൂന്നാമതായി മുതലാളിമാരോട് ചോദിക്കും അല്ലാഹു, ഞാൻ നിനക്ക് സമ്പത്ത് നൽകി, നീ എന്ത് ചെയ്തു? അല്ലാഹുവേ, ഞാൻ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാലിന്റെ സദസ്സ് നടന്നപ്പോ വാലിന്റെ സദസ്സിലേക്ക് ഞാൻ 1000 രൂപ ചോദിച്ചപ്പോ 1000 അല്ല 10,000 തന്നെ നൽകിയിട്ടുണ്ട്. 500 ചോദിച്ചപ്പോ 5000 രൂപ ഞാൻ നൽകിയിട്ടുണ്ട്. ഇതിനേക്കാളും അപ്പുറം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ലോകത്ത് 2 സ്വർഗമല്ലേയുള്ളൂ. അതിലൊരു സ്വർഗത്തിന് വേണ്ടി ഞാൻ 10,000 ചെലവഴിച്ചിട്ടുണ്ട്. 2 സ്വർഗമാണ്. ഈ സ്വർഗം ലഭിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാനുള്ള പ്രയാസമാണ്. 2 സ്വർഗമാണ് ഭൂമിയിലുള്ളത്. ഒന്ന് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ ദിയാലിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് എന്നാൽ സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ്. സംഘാടകർ ബക്കറ്റ് എടുത്ത് പോയിക്കോളി. ഇനി പകുതിന്ന് പോയാൽ ഞാൻ ആളല്ലേ, ഇപ്പന്നെ പോയിക്കോളി. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ ആളുകൾ പോയാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കും. അതുകൊണ്ട് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പന്നെ പോയിക്കോളി. ഉള്ളതെങ്കിലും ഇട്ട് കൊടുക്കും. എല്ലാവരും മിനിമം ഒരു 100 രൂപയുടെ മുകളിലെങ്കിൽ എല്ലാവരും ഇട്ട് കൊടുക്കണം എന്നെൻ്റെ ആഗ്രഹമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയും, അല്ലാഹുവേ, 5000-ങ്ങളും 10,000-ങ്ങളും സ്വർണങ്ങളും സ്വർണവളകളും ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ നീ പറഞ്ഞത് പച്ച നുണയാണ്. നീ നൽകിയിട്ടുണ്ട്, ശരിയാണ്. മദ്രസയിലേക്ക് 1,00,000 രൂപ നൽകുമ്പോ നിന്റെ മനസ്സിലുണ്ടായിരുന്ന നിയ്യത്ത് നാട്ടുകാരിതറിയട്ടെ, ആളുകൾ പറയട്ടെ ഇവനൊരു ഉദാരവാനാണെന്ന്, ആളുകൾ ചർച്ച ചെയ്യട്ടെ ഇവനൊരു മുതലാളിയാണെന്ന്, ഇവനൊരു ദാനധർമ്മിഷ്ഠനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയല്ലേ നീ കൊടുത്തത്? മഹാന്മാരായ സ്വഹാബാക്കളെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിലൂടെ ഒരു ആയത്ത് ഇറക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. എല്ലാവരും സ്വതക്ക നൽകുമ്പോ അവരുടെ ഹൃദയം ഇങ്ങനെ കിടുകിടാ വിറക്കുന്നുണ്ട്. സ്വതക്ക നൽകുന്നവരാണ്. സ്വർണങ്ങൾ നൽകുന്നുണ്ട്, 10,000-ങ്ങൾ നൽകുന്നുണ്ട്, 5000-ങ്ങളും ലക്ഷങ്ങളും നൽകുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടുകിടാ വിറക്കുന്നുണ്ട്. അവര് പേടിച്ചു വിറക്കുകയാണ്. അപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഇവര് വ്യഭിചാരികളെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത്? മോഷ്ടാക്കളെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത്? കള്ളന്മാരെ കുറിച്ചാണോ? പലിശ തിന്നുന്നവരെ കുറിച്ചാണോ? അല്ലാഹുവേ, ഈ ആയത്തിറങ്ങിയത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ആയിഷ ബീവിയെ, ആയിഷ, എന്റെ കരളിന്റെ കഷ്ണമായ ആയിഷ, കള്ളുകുടിയന്മാരെ കുറിച്ചല്ല ഇത് പറയുന്നത്, വ്യഭിചാരികളെ കുറിച്ചല്ല പറയുന്നത്. ആയിഷ ബീവിയെ, പലിശ തിന്നുന്നവരെ കുറിച്ചല്ല ഇത് പറയുന്നത്. സ്വതക്ക കൊടുക്കുമ്പോൾ കൈവിറക്കുന്നത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, നാട്ടിൽ നന്മ ചെയ്ത് നടക്കുന്ന ആളുകളാണ്. ഇവരുടെ കൈകളാണ് വിറക്കുന്നത്. എന്തിനാണ് നബിയെ ഇവർ വിറക്കുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇവരുടെ കൈ വിറക്കാനുള്ള കാരണം എന്റെ സ്വതക്ക അല്ലാഹു സ്വീകരിച്ചു എന്ന പേടിയാണ്. ബക്കറ്റ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുമ്പോ 1000-ങ്ങളുടെയും 500-ന്റെയും നോട്ടുകെട്ടുകൾ ഞങ്ങൾ ബക്കറ്റിലേക്ക് ഇടുമ്പോ, അല്ലാഹുവേ, എന്റെ ഈ 1000 രൂപ നീ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചിട്ട് കൈവിറച്ചു പോയ ആരെങ്കിലും നമ്മുടെ സദസ്സിലുണ്ടോ? ഇന്നാരെങ്കിലും ഇങ്ങനെ സ്വതക്ക കൊടുക്കുമ്പോ പേടിച്ചിട്ട് വർക്കാറുണ്ടോ? സ്വഹാബാക്കളെ കുറിച്ച് ഇറങ്ങിയ ആയത്ത, സ്വതക്ക കൊടുക്കുമ്പോ അവർ പേടിക്കുക, അല്ലാഹുവേ, എന്റെ സ്വതക്ക നീ സ്വീകരിച്ചോ.
ആയിരങ്ങളല്ലല്ലോ കൊടുക്കാൻ പറഞ്ഞത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ സമയത്ത് തന്റെ സമ്പാദ്യം മുഴുവനും കൊണ്ടുവന്നു വെച്ചു. അല്ലേ? എന്തിന്? ദീനിന് വേണ്ടി. ഇവിടെ നമ്മൾ കൊടുക്കുന്നതോ അതും ദീനിന് വേണ്ടി. സമ്പാദ്യം മുഴുവനും വെക്കാൻ പറഞ്ഞില്ല, 50% വെക്കാൻ പറഞ്ഞില്ല, 10% വെക്കാൻ പറഞ്ഞില്ല. ഏറ്റവും അറ്റ്ലീസ്റ്റ് 1000 രൂപ, അല്ലെ? ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ പറഞ്ഞു. പക്ഷേ സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള മഹാന്മാർ തന്റെ സമ്പാദ്യം മുഴുവനും കൊണ്ടുവന്നിട്ട് വെച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആ സിദ്ദീഖ്, നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി, കുടുംബത്തിന് വേണ്ടി വല്ലതും അവിടെ ബാക്കിയുണ്ടോ? ഉണ്ട് നബിയെ. എന്താ? അല്ലാഹു റസൂലു, അല്ലാഹും റസൂലും അല്ലാതെ വേറൊന്നും എന്റെ വീട്ടിലില്ല, എല്ലാം പൊറുക്കിയെടുത്തു കൊണ്ടുവന്നു. നമ്മളോ 1000 കൊടുക്കുമ്പോ 1000 കൊടുക്കണോ, 1000 കൊടുക്കണോ, 1000-ന് വിലയില്ല എന്നറിയാം, എന്നാലും ചിന്തിക്കുക 1000-ന് കൊടുക്കണോ. ഈ 1000 മാറ്റി കിട്ടാൻ എത്ര റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഒക്കെ പേടിച്ചിട്ട് ഏതായാലും ഇത് മാറ്റി കൊടുക്കുന്നത് റിസ്ക് ആണല്ലേ, അതുകൊണ്ട് ഇരിക്കട്ടെ, ഖബറിലേക്ക് 1000 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമല്ലാതെ വേറെ ഒന്നുപോലും എന്റെ വീട്ടിലില്ല എന്ന് പറഞ്ഞ് സകലമാന സമ്പത്തും പൊറുക്കിയെടുത്ത് അള്ളാഹുവിന്റെ ഹബീബിന് നൽകിയ മഹാനായ സിദ്ദീഖ് തങ്ങൾ കൈകൾ വിറച്ചിരുന്നു. ഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ വിറക്കാണ്. എന്തേ? നീ സ്വീകരിച്ചിട്ടുണ്ടോ പടച്ചോനെ? നമ്മൾ ആർക്കും വേണ്ടാത്ത ചെറിയൊരു തുക കൊടുക്കാണ്, എന്നിട്ട് നമുക്ക് പേടിയില്ല. സമ്പാദ്യം മുഴുവനും കൊടുത്തിട്ടും പേടി എന്താ? എന്റെ സ്വതക്ക നീ സ്വീകരിച്ചിട്ടുണ്ടോ? മുതലാളി പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും ഒരുപാട് ആയിരങ്ങളും 10,000ങ്ങളും മദ്രസകൾക്ക്, പള്ളിക്ക് വേണ്ടി, ദീനിയായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നൽകി. നീ നൽകിയിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ ആളുകൾ പറയാൻ വേണ്ടിയല്ലേ നീ നൽകിയത്. അതുകൊണ്ട് പൊന്നുമോനെ, നീ നരകത്തിലേക്കുള്ള ആളാണ്, നരകത്തിന്റെ വിറകാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു മാലാക്കമാരെ വിളിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ 3 ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ പറഞ്ഞ 3 ആൾ: 1 ഷഹീദ്, 2 ആലിം, 3 മുതലാളി. എന്താ ഇവരുടെ കുഴപ്പം? ഇവര് നന്മ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മ ചെയ്ത. ഷഹീദ് ശരീരം പോലും സമർപ്പിച്ച് യുദ്ധം ചെയ്ത് മരിച്ചുപോയ ആൾ. ആലിം സമയവും എല്ലാം സമ്പത്തും എല്ലാം ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ട് ഊണും ഉറക്കുമില്ലാതെ ദഅവത്ത് നടത്തിയ ആളാണ് ആലിം. മുതലാളിയോ കിട്ടുന്ന സമ്പാദ്യങ്ങളൊക്കെ ദീനിനും പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി നൽകിയ ആളാണ്. പക്ഷെ ഇവരാണ് നാളെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നതും, ഇവരാണ് ആദ്യം നാളെ നരകത്തിലേക്ക് പോകുന്നതും. കാരണം എന്താണ്? ഇവർക്ക് 3 പേർക്കും ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റിൽ പെടാൻ പറ്റും, 3 പേർക്കും പറ്റും. പക്ഷെ എന്തുകൊണ്ട് നരകത്തിലെത്തി? നീയത്ത് നന്നാക്കിയില്ല. ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതെന്താണ്? ആളുകൾ ശ്രദ്ധിക്കുന്ന പുറമോടിക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചത്. അള്ളാഹു ശ്രദ്ധിക്കുന്ന സ്ഥലത്തിന് വേണ്ടി ഇവർ അധ്വാനിച്ചില്ല. അതാണ് ഇവർക്ക് പറ്റിയ പ്രശ്നം. അതാണ് മരിച്ച നാളെ നമ്മുടെ ഖബറിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യവും അത് തന്നെ. അബ്ദീ, എന്റെ അടിമകളെ, മരിച്ചുപോയ മയ്യിത്തിനോട് ചോദിക്കുകയാണ്, എത്ര വർഷമായി ആളുകൾ കാണാൻ വേണ്ടി നീ ജീവിക്കുന്നത്? താടി ആഴ്ച നമ്മൾ സെറ്റ് ചെയ്യൂലേ, അല്ലേ? എന്നാ ഈ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കാൻ എന്തെങ്കിലും ഒരു തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവേ, എന്റെ ഹൃദയം ശുദ്ധിയാക്കണമെന്ന്. ദൈനംദിനം 4-5 വട്ടം കുളിക്കൂല നമ്മൾ? ആ മാസത്തിൽ ഒരു തവണ മുടി വെട്ടൂലേ? വസ്ത്രം ദിനേന നമ്മൾ മാറൂലേ? ഇതൊക്കെ ആളുകൾ കാണുന്ന പുറമോടിയാണല്ലോ. എന്നാൽ ഈ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം തഹജ്ജുദിന് എണീറ്റുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുവേ, എന്റെ ഹൃദയം നീ ശുദ്ധീകരിക്കണം എന്നൊരു ദുആ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ്, എല്ലാ ദിവസവും ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്?
എനിക്ക് വേണ്ടിയല്ലാതെ നാട്ടുകാര് കാണാൻ വേണ്ടി, ചങ്ങാതിമാര് കാണാൻ വേണ്ടി, കുടുംബക്കാര് കാണാൻ വേണ്ടി എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടുന്നത്? എന്നാൽ നീ ആകെ വലയം ചെയ്യപ്പെട്ട് കിടക്കുന്നത് എന്റെ നന്മകൾ കൊണ്ടാണ്. ഞാൻ തന്ന ആരോഗ്യമല്ലേ നീ ഉപയോഗിക്കുന്നത്? ഞാൻ തന്ന വായുവല്ലേ നീ ശ്വസിക്കുന്നത്? ഞാൻ തന്ന സമ്പത്തല്ലേ നീ സുഖിക്കുന്നത്? ഞാൻ തന്ന ഭക്ഷണമല്ലേ നീ കഴിക്കുന്നത്? നാട്ടുകാർ നിനക്കൊന്നും തന്നില്ല, കുടുംബക്കാരൊന്നും തന്നില്ല, എല്ലാം തന്നത് ഞാനാണ്. എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്റെ ജീവിതം മുഴുവനും കഴിച്ചു കൂട്ടുന്ന നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നീ ചെവി കേൾക്കാത്ത ബദിരനാണോ? ലാ തസ്മഉ, കേൾക്കൂലേ? ചെവി കേൾക്കൂലേ നിനക്ക്? ഞാൻ ഇത് അള്ളാഹു ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് പടച്ചു ഞങ്ങളോട് പറയാൻ, ഇന്നടക്കം എന്നോടും നിങ്ങളോടും സർവശക്തനായ റബ്ബ് പറഞ്ഞ വാക്കാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തിനാണ് നീ ആൾക്കാർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്? എന്തിനാണ് ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നീ പ്രവർത്തിക്കുന്നത്? നീ എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ ആരോഗ്യം കൊണ്ട്, എന്റെ വായു ശ്വസിച്ചിട്ട് ജീവിക്കുന്ന നീ എന്തിനാണ് നാട്ടുകാർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് ദൈനംദിനം അല്ലാഹു നമ്മോട് ചോദിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. അവസാനം മരിക്കുമ്പോഴാണ് നമ്മൾക്ക് ബോധം വരിക. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു പറഞ്ഞില്ലേ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എന്താണ് ഈ വാക്കുകളൊക്കെ? ഈ ആയത്തിന്റെ അർത്ഥം എന്താ? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തോ മക്കളോ ഉപകരിക്കാത്ത ഒരു ദിവസം. അല്ലേ? സമ്പത്ത് ഉപകരിക്കോ? ഇവിടെ മക്കൾ ഉപകരിക്കോ? മക്കൾ ഉപകരിക്കോ? ഇവിടെ ഉപകരിക്കും. സാലിഹായ മക്കളാണെങ്കിൽ സമ്പത്ത് ഉപകരിക്കും. എപ്പോ? സ്വതക്കകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ. സ്വതക്ക ചെയ്യാതെ മക്കളെ സ്വാലിഹീങ്ങളാക്കാതെ ജീവിച്ചാൽ ഇതൊന്നും ഉപകരിക്കില്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, മക്കളോ സമ്പത്തോ ഉപകരിക്കാത്ത ഒരു ദിവസം. ആരാണ് നാളെ രക്ഷപ്പെടുന്നത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധമായ ഹൃദയവുമായിട്ട്, സംശുദ്ധമായ, ആരോടും പകയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ചൊടിയില്ലാത്ത നല്ല ഹൃദയവുമായിട്ട് ആരാണ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നത്? അവരെ നാളെ രക്ഷപ്പെടുകയുള്ളൂ എന്ന് അള്ളാഹു പറയുമ്പോ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റോ? എത്ര പേരോടാണ് ഈ മനസ്സിൽ പകയുള്ളത്? നേരത്തെ പറഞ്ഞല്ലോ, ഹാ പുഞ്ചിരി കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നവരെല്ലാം അകത്തളങ്ങളിൽ എന്തൊക്കെയോ വിദ്വേഷവും പകയും വെച്ച് നടക്കുന്നവരാണ്. അല്ലേ പറയാൻ പറ്റുമോ? കുടുംബക്കാർ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നല്ലൊരു വീട്ടിൽ സൽക്കാരുണ്ടാക്കി 10,000 ചെലവഴിച്ചിട്ട് മനോഹരമായ സദ്യ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാ പിന്നെ ഈ വീട്ടുകാർക്ക് എന്താ പണി? വന്ന വിരുന്നുകാരെ കുറിച്ചിട്ട് ഗീബത്ത് പറയല്. അയാൾ അങ്ങനെ, ആ പെണ്ണിങ്ങനെ പറഞ്ഞു, ഈ അളാപ്പ ഇങ്ങനെ പറഞ്ഞു, മൂത്താപ്പ ഇങ്ങനെ പറഞ്ഞു, കാരണവർ ഇങ്ങനെ പറഞ്ഞു. ഇതാ പിന്നെ വീട്ടിൽ പണിയതാ. ഏറ്റവും നല്ല പ്രതിഫലമുള്ള നന്മയായ ഭക്ഷണം നൽകൽ. നിങ്ങൾ ഭക്ഷണം നൽകിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്നും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ട് ഏറ്റവും സ്തുത്യർഹമായ നന്മ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കാലും വെച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും ആ വന്ന അതിഥികളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞ് നൽകിയ നന്മയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് നമ്മളൊക്കെ. അല്ലേ? ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഭക്ഷണം നൽകുന്നത്. ചങ്ങാതിമാർക്ക് ഭക്ഷണം നൽകുക, ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുക, കുടുംബക്കാർക്ക് ഭക്ഷണം നൽകുക, അയൽവാസികൾക്ക് ഭക്ഷണം നൽകുക. ഇങ്ങനെ ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഭക്ഷണമൊക്കെ നൽകി, നല്ലൊരു കാട, നല്ല ചിക്കൻ, ബീഫ്, മട്ടൻ, കുഴിമന്തി ഇതൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കൊടുത്തു. ഇവർ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ വീട്ടുകാർക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും കൂടെ ഇരുന്നിട്ട് എന്താ പണി? ആ വീട്ടിലേക്ക് വന്ന സദ്യ ഉണ്ണാൻ വന്ന കുടുംബക്കാരെ കുറിച്ച്, ചങ്ങാതിമാരെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇല്ലാത്ത ഗീബത്ത് പറഞ്ഞു കൊടുക്കല. എല്ലാ നന്മയും പോയി. കാര്യമില്ല.
يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ആരാണോ സംശുദ്ധമായ ഹൃദയവുമായിട്ട് പകയില്ലാത്ത ചൊടിയില്ലാത്ത നല്ല മനസ്സുമായിട്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുന്നത് അവനാണ് നാളെ സ്വർഗം ലഭിക്കുന്നത്. ആ ചരിത്രം അറിയൂലേ? ഒരു സഹാബി ചെരുപ്പും പിടിച്ചു വന്ന കഥ അറിയൂലേ? വിശദീകരിക്കുന്നില്ല. ഹബീബും സഹാബാക്കളും ഉണ്ടാകുമ്പോ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗക്കാരനെ കാണാൻ ആഗ്രഹമുണ്ടോ? സ്വർഗക്കാരനെ കാണാൻ ആഗ്രഹമുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, ഉണ്ട് നബിയെ. എന്നാൽ ഇതാ ഇപ്പോൾ ഒരാൾ ഈ വഴി കടന്നു വരും, അയാൾ സ്വർഗക്കാരനാണ്. സഹാബാക്കളൊക്കെ കണ്ണുകൂർപ്പിച്ച് ആരാണ് അയാൾ എന്ന് കാത്തിരിക്കുമ്പോഴാണ് ഒരു സ്വഹാബി ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ച് ഉളൂവിന്റെ വെള്ളം മുഖത്ത് നിന്ന് ഇങ്ങനെ ഇറ്റുവീണുകൊണ്ട് കടന്നു വരുന്നത്. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വർഗക്കാരനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണോ? ഇതാ ഈ വഴി വരാൻ പോവാൻ. ഇന്നലെ വന്ന സ്വഹാബി ഇന്നും കടന്നു വന്നു. മൂന്നാമത്തെ ദിവസവും കടന്നു വന്നത് അതേ സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ പിന്നാലെ കടന്നു. ആ സ്വഹാബിയോട് ജീവിതത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോ ആ സ്വഹാബി പറഞ്ഞ മറുപടി, ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് എല്ലാവരോടും നല്ല മനസ്സുമായിട്ടാണ്, ആരോടും എനിക്ക് ചൊടിയില്ല. സംഘടനയുടെ പേരിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരല്ല നമ്മള്. ആരോടും എനിക്ക് ചൊടിയില്ല, ആരോടും എനിക്ക് പകയില്ല, പ്രതികാരമില്ല. എല്ലാവരെ കുറിച്ചും നല്ല ചിന്തയുമായി, എല്ലാവർക്കും സ്നേഹം മാത്രം നൽകുന്ന ചിന്തയുമായിട്ട് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇത് കാരണത്താലാണ് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞത്. പറ്റൂല, എളുപ്പമല്ലേ സ്വർഗത്തിലേക്ക് പോകാൻ? എളുപ്പമാ? ആൾക്കാർ വിചാരിക്കുക സ്വർഗത്തിലേക്ക് പോകാൻ വളരെ കഷ്ടമാണ്. ഒരു കഷ്ടമില്ല, എളുപ്പമാണ്. സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. എന്താണ് ചെയ്യേണ്ടത്? ഈ ഹൃദയത്തിൽ ആരോടും പകവെക്കരുത്, ആരോടും വെറുപ്പ് തോന്നരുത്, ആരോടും ചൊടിയുണ്ടാവരുത്. നല്ല സംശുദ്ധമായ ഹൃദയമുണ്ടായാൽ നാളെ വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖദ് അഫ്ലഹ മൻ തസക്ക. ആരാണോ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് അവൻ വിജയിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. വസ്ത്രം അയൺ ചെയ്തവനല്ല. ഒരു കുപ്പായം അയൺ ചെയ്യാൻ കൊടുക്കുന്ന പൈസ എത്രയാ? 100 രൂപ അല്ലേ? ചില ആളുകൾ കുപ്പായം അലക്കാനും അയൺ ചെയ്യാനും വേണ്ടി കൊടുക്കുക. ഇട്ടാലേ ഇസ്തിരി തേച്ചാലേ 4-5 ദിവസം നല്ല കടക്കിൽ ഇങ്ങനെ നിൽക്കുന്ന കുപ്പായം ആങ്കറിൽ തൂക്കിയാലും വിചാരിക്കും പഠിച്ചവൻ അതിന്റെ ഉള്ളിൽ ആളുണ്ടോ. 4-5 ദിവസം വിട്ട് ആ വസ്ത്രം മാറ്റിവെച്ച് പിന്നെ അലക്കാൻ കൊടുക്കുമ്പോൾ കുപ്പായം ഇങ്ങനെ കടക്കിൽ നിൽക്കന്നെ. കുപ്പായത്തിന് ചുളി വന്നിട്ടില്ല. കുപ്പായത്തിന് ടോട്ടൽ ചെലവ് പക്ഷെ 400 രൂപ ആയിരിക്കും. അതൊരു പ്രാവശ്യം അലക്കാനും തേക്കാനും കൊടുക്കുന്ന 100 രൂപ ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടമാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഡ്രസ്സും വസ്ത്രവും കുപ്പായവും ശുദ്ധീകരിക്കുമ്പോ ഈ ഹൃദയം കൂടി ശുദ്ധീകരിക്കാൻ മറന്നു പോകരുത്. ഖദ് അഫ്ലഹ മാ തസക്ക. കുപ്പായം ശുദ്ധീകരിച്ചവനല്ല നാളെ വിജയിക്കുന്നത്. ഹൃദയം ആരാണോ ശുദ്ധീകരിക്കുന്നത് അവനാണ് വിജയിക്കുന്നത്. ഖദ് അഫ്ലഹ മാ സക്കാഹാ വഖദ് ഖാബ മാ ദസ്സാഹാ. ആരാണോ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നത് അവൻ വിജയിക്കുകയും ഈ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാതെ മലീമസപ്പെടുത്തുന്നവൻ പരാജയപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോ അല്ലാഹു തആല പറഞ്ഞുവല്ലോ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും. അല്ലാഹുവിന് നിങ്ങളുടെ കുപ്പായം വേണ്ട, അല്ലാഹുവിന് നിങ്ങളുടെ ചെരുപ്പ് വേണ്ട, അല്ലാഹുവിന് നിങ്ങളുടെ വാല്യബിളായ മൂല്യമുള്ള പ്രീഷ്യസായ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ വീടുകളോ ആവശ്യമില്ല. അല്ലാഹു നോക്കുന്നത് വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും, നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. അതുപോലെ വഅമാലിക്കും, നിങ്ങളുടെ സൽപ്രവർത്തനങ്ങളെയാണ് അല്ലാഹു നോക്കുന്നത്. ഈ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന വഴികൾ എന്താ പഠിപ്പിച്ചു തന്ന വഴി? ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണ്ടേ? അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും അല്ലെ? ഒരു വാല് കേട്ട് പോകുമ്പോ ചെറിയൊരു ഈമാൻ കൂടും, ഈമാനിന്റെ ഗ്രാഫ് വർദ്ധിക്കും. ഇല്ലേ നോക്കട്ടെ, എന്റെ അതല്ല, മൊത്തത്തിൽ ഒരു വാലൊക്കെ കേട്ട് പോകുമ്പോ ഈമാനിന് ചെറിയൊരു മാറ്റം സംഭവിക്കുന്ന ആളെന്നൊക്കെ പോക്കി നോക്കട്ടെ. ഇത്ര ആളുണ്ട്. മാഷാ അല്ലാഹ്, ഈമാനിന്റെ ലക്ഷണാണത്. ഈമാനിന്റെ ലക്ഷണാണ്, അത്ര മതി. നിങ്ങൾക്ക് വാല് കേട്ടിട്ട് ഒരു മാറ്റമില്ലേ? എന്തോ ഒരു അപകടമുണ്ട്, ഒന്ന് ഇവിടെ ചികിത്സിക്കണം, ഹൃദയം ചികിത്സിക്കണം. അതങ്ങനെയാണ്. ഈ ഹൃദയം കറുത്തുപോയാൽ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ.
ഒരാൾ തിന്മകൾ ചെയ്ത് തെറ്റുകൾ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് ഈ ഹൃദയം കറുത്തുപോയാൽ പിന്നെ വാലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോകുമ്പോൾ അവർക്കൊരു മാറ്റവും ഉണ്ടാവൂല. കാരണം ലാ യഅരിഫു മഅറൂഫ, അവർക്ക് നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റൂല. അതിന് കാരണമുണ്ട്, അവന്റെ ഹൃദയം കറുത്തുപോയതാണ് ഒരുപാട് തെറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇത് കറുത്തു പോവാതിരിക്കാൻ ഒരു മരുന്നും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. കറുത്തു പോവാതിരിക്കാൻ ഒരു മരുന്നും കൂടി അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ പേടിക്കണേ. അള്ളാഹിനെ പേടിപ്പിക്കാനല്ല, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ പേടിക്കണേ. ഇവിടെ വെച്ച് ആരും തെറ്റ് ചെയ്യില്ല, ഉറപ്പാണ് അല്ലേ? ഇവിടെ നമ്മൾ നോക്കാണ്. ഇപ്പൊ ഞാൻ കാണാണ്, ഇവിടെ വിപരീതങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഓൺലൈനിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് ഞാനും തെറ്റ് ചെയ്യൂല, നിങ്ങളും തെറ്റ് ചെയ്യൂല. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത് പോലെ നിങ്ങൾ വീടിന്റെ അകത്തളങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും സൂക്ഷിക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോ ആരും കാണൂല. അംബാനിയാണെങ്കിൽ ജിയോ സിം ഇഷ്ടം പോലെ അൺലിമിറ്റഡ് നെറ്റും തന്നിട്ടുണ്ട് അല്ലെ? 6 മാസക്കാലം നിങ്ങൾ അർമാദിക്കെന്ന് പറഞ്ഞിട്ട് വെറുതേക്ക് 5 പൈസ ചെലവില്ലാതെ അൺലിമിറ്റഡ് 4G എല്ലാവരും മൊബൈലിലേക്കും നൽകിയിട്ടുണ്ട്. ഒന്നും പണിയില്ല, ചെറിയൊരു ഫിംഗർ പ്രിന്റ് മതി അല്ലെ? കൈ കൊണ്ടിട്ട് കുത്തിയ അൺലിമിറ്റഡ് നെറ്റ് 4-5 മാസക്കാലം. അപ്പൊ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ആരാരും കാണാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ 4G സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇന്റർനെറ്റിന്റെ മായാലോകത്തേക്ക് കടന്നു പോവുകയാണ്. അവിടെ വേണ്ടതുണ്ട്, വേണ്ടാത്തതുണ്ട്, അവിടെ വേണ്ടതുണ്ട്, വേണ്ടാത്തതുണ്ട്. ആ സമയത്ത് ആരാരും കാണാതെ ആരാരും ശ്രദ്ധിക്കാത്ത സമയങ്ങളിൽ എന്റെ റബ്ബ് മാത്രം കാണുന്ന സ്ഥലങ്ങളില് വഅദ് കേൾക്കാനും നന്മ ചെയ്യാനും വേണ്ടി ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത്. യൂട്യൂബിൽ പോയാൽ ലക്ഷക്കണക്കിന് വഅദുകളാണുള്ളത്. ഏത് വിഷയമാണോ നിങ്ങൾക്ക് വേണ്ടത്, ഏത് വിഷയമാണോ പഠിക്കാൻ ആഗ്രഹമുള്ളത്, ആ വിഷയം ഒന്ന് അടിച്ചു കൊടുത്താൽ വ്യത്യസ്തമായ പ്രഭാഷകരുടെ വ്യത്യസ്തമായ പ്രഭാഷണങ്ങള്. ഏത് പ്രഭാഷകന്മാരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഏത് വാല് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. യൂട്യൂബിൽ ചെന്നിട്ട് വാല് കേൾക്കേണ്ടതിന് പകരം വേണ്ടാത്ത സൈറ്റുകളിലേക്ക് പോയി ഹറാം കണ്ടാൽ അള്ളാഹുവിന് ഇഷ്ടമല്ല അതൊക്കെ. ഇത്തഖില്ലാ, ഇവിടെ നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നത് പോലെ, ഉസ്താദുമാരുടെ മാതാപിതാക്കളുടെ മുമ്പിൽ സൂക്ഷ്മത പുലർത്തുന്നത് പോലെ, ഹൈസുമാ കുൻത, എവിടെയാണെങ്കിലും നീ സൂക്ഷ്മത പുലർത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി ഗൾഫിൽ പോവാ, അവിടെയുണ്ട് തോന്നിവാസം ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ടൂർ പോവാണ്, സ്റ്റഡി ടൂർ പോവാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികള്, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ സ്റ്റഡി ടൂറിന് പോകുമ്പോഴാണ് ആഭാസങ്ങൾ കാണിക്കുന്നത്. കാരണം മാതാപിതാക്കൾ സമീപത്തില്ലല്ലോ, അധ്യാപകര് സമീപത്തില്ല, ജ്യേഷ്ഠാനുജന്മാര് സമീപത്തില്ല. ആരാരും കാണാത്ത സ്ഥലങ്ങളിൽ, ആരാരും ശ്രദ്ധിക്കാത്ത അപരിചിതമായ സ്ഥലങ്ങളിൽ ചെന്നാൽ എന്ത് തോന്നിവാസവും കാട്ടിക്കൂട്ടാമെന്ന് പറയല്ല. ഇത്തഖില്ലാ, നിന്റെ വീട്ടിലിന്റെ അകത്തളങ്ങളിൽ നീ കിടന്നുറങ്ങുമ്പോ നിന്നെ വീക്ഷിച്ച അതേ റബ്ബ് നീ അങ്ങ് മൂന്നാറിലേക്കും ഊട്ടിയിലേക്കും ചെല്ലുമ്പോ അവിടെയുമുണ്ട് ആ റബ്ബ് നിന്നെ വീക്ഷിച്ചുകൊണ്ട്. മറക്കരുത്. CC ക്യാമറയെ പേടിക്കുന്നവർ അള്ളാഹുവിന്റെ ക്യാമറയെ പേടിക്കാതെ പോകരുത്. എത്രയോ മെഗാ പിക്സലുള്ള HD ക്ലാരിറ്റിയുള്ള ക്യാമറകൾ നമ്മുടെ പേടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ക്യാമറയെ നമ്മൾക്ക് പേടിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ഇവിടെ ഓൺലൈൻ കൊടുക്കുകയാണ് ഞങ്ങള്. അപ്പൊ ആ ഒരു ക്യാമറ കൊണ്ട് ഈ സ്റ്റേജിന്റെ മറയത്തുള്ളത് കാണാൻ പറ്റൂല. നിങ്ങൾ എത്ര മെഗാ പിക്സൽ വെച്ചാലും ഈ സ്റ്റേജിന്റെ മറയത്തുള്ളത് കാണാൻ പറ്റൂല. പക്ഷെ പടച്ചോന്റെ ക്യാമറ അങ്ങനല്ല, അത് സ്റ്റേജിന്റെ മറയത്തുള്ളതും ഇവിടെയുള്ളതും എല്ലാം പടച്ചോൻ കാണും, അള്ളാഹു കാണും. ആ ഒരു ബോധം എന്നും വേണം. ഇന്നൊരു സഹോദരൻ ചർച്ച ചെയ്തു, മഫ്തയിട്ട് ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് വരുന്ന, ക്യാമ്പസിന്റെ കലാലയങ്ങളിലേക്ക് വരുന്ന പെൺകുട്ടികള് 2 ദിവസമാണ് ആ മഫ്തയും ഹിജാബും തലയിൽ കാണുന്നത്. 3-ാമത്തെ ദിവസമാകുമ്പോഴേക്കും ആ ഹിജാബ് എവിടെ പോയി എന്നറിയില്ല, തലയുടെ തട്ടം എവിടെ പോയി എന്നറിയില്ല. സ്കൂളിലേക്ക് പൊട്ടുധരിച്ച് കടന്നു വരുന്ന മുസ്ലിം പെൺകുട്ടിയുണ്ട് എന്ന് ഇന്ന് എന്നോടൊരു സഹോദരൻ പങ്കുവെച്ച വിഷയം. സ്കൂളിലേക്ക് പെൺകുട്ടി വീട്ടിൽ നിന്നൊക്കെ മര്യാദക്ക് പർദ്ദക്ക് ധരിച്ച് പോകുന്നുണ്ടാകും, പിന്നെ ഹോസ്റ്റലിലെത്തിയാൽ അവിടെ പിന്നെ ആരും കാണാനില്ലല്ലോ, പൊട്ടും ധരിച്ചിട്ട് സ്കൂളിൽ പോവുക. അദ്ദേഹം പറയാ, 3 വർഷം ഞാൻ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ഏതോ ഒരു ഫെസ്റ്റിവൽ, ഏതോ ഒരു സമയത്താണ് ആ പെണ്ണ് മുസ്ലിമാണ് എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത്. പേര് ചോദിച്ചിട്ട് മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞു. കാരണം എല്ലാ ദിവസവും പൊട്ടിട്ടിട്ട് സ്കൂളിൽ വരിക.
അപ്പോൾ വീട്ടിലൊരു അന്തരീക്ഷം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എന്തുമാവാം, അത് മുഅ്മിനിന് പറ്റൂല, അത് മുസ്ലിമിന് പറ്റൂല. മുസ്ലിം ചെയ്യേണ്ടതെന്താണ്? ആളുകൾ കാണുന്ന സ്ഥലങ്ങളെക്കാളും സൂക്ഷിക്കേണ്ടത് ആരാരും കാണാതെ അല്ലാഹു കാണുന്ന സ്ഥലങ്ങളെയല്ലേ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. യാ ബുനയ്യ, എന്റെ പൊന്നുമോളെ, എന്റെ കൊച്ചുമോളെ, എന്റെ പൊന്നുമോനെ, നീ ചെയ്യുന്ന തിന്മകൾ ഈ സർവചരാചരങ്ങൾക്കിടയിൽ ആകാശങ്ങളുടെയോ ഭൂമിയുടെയോ ഏതെങ്കിലും ഒരു കറുകറുത്ത പാറക്കെട്ടിന്റെ മുകളിൽ ഒരു രാത്രിയുടെ കൂരിരുട്ടുള്ള സമയത്ത് ഒരു പാറക്കെട്ടിന്റെ മുകളിലുള്ള കറുത്ത കറുകുമണിയെപ്പോലും അല്ലാഹു കാണുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ വെച്ച് കാണുന്ന റബ്ബ് അന്ന് ക്യാമ്പസിന്റെ മണലാരുണ്യത്തെയും അല്ലാഹു വീക്ഷിക്കുന്നുണ്ട്. ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ മരച്ചുവട്ടുകളും അല്ലാഹു വീക്ഷിക്കുന്നുണ്ട്. ബാത്റൂമിന്റെ മറവുകളും അല്ലാഹു വീക്ഷിക്കുന്നുണ്ട്. സ്റ്റഡി ടൂറിന് പോകുമ്പോ അവിടെയുള്ള ബീച്ചുകളും മണൽത്തരികളും പാറക്കെട്ടുകളും എല്ലാം അല്ലാഹു വീക്ഷിക്കുന്നുണ്ട്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കണേ. വഅത്ബിഇസ് സയ്യിഅതൽ ഹസന, ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യണേ. ഇത് കറുത്തു പോവാതിരിക്കാനുള്ള മരുന്നാണ്. ഇത് കർക്കൂല. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യാം. അറിയാതെ ഒരു പെണ്ണിനെ നോക്കിപ്പോയാൽ, ഒരു പെണ്ണ് ആണിനെ നോക്കിപ്പോയാൽ അസ്തഗ്ഫിറുല്ലാഹ്, മനസ്സറിഞ്ഞു ചെല്ലണം. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ ചെയ്തു പോയല്ലോ, ഇനി ഞാൻ ആവർത്തിക്കില്ല, എനിക്ക് പുറത്തു തരണേ. നീ ചെയ്ത ഹറാമിനെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സലാത്തിനൊന്നും സ്ട്രോങ് പോരാ പഠിച്ചോനെ. നിങ്ങൾക്ക് മൈക്ക് വേണോ? മൈക്കുണ്ടോ ഓപ്പറേറ്റർ? നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്ക് തരേണ്ടി വരും തോന്നുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലേ? അതിന്റെ ക്ഷീണമായിരിക്കും. ഇവിടെ എന്താ ഭക്ഷണം ഉണ്ടല്ലോ? ഭക്ഷണം ഇതന്നെ സഹിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. സംഘാടകർക്ക് ഇനി ഭക്ഷണം കൂടി കൊടുത്താല്. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യണം. ഒരു കളവ് പറഞ്ഞു, അറിയാതെയോ അറിഞ്ഞിട്ടോ ഒരു നുണയോ ഒരു കളവോ പറയുകയോ ഒരു ഹറാമ് കാണുകയോ ഒരു ഹറാമ് കേൾക്കുകയോ ചെയ്താൽ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ പുറത്തു തരണേ എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു 100 രൂപയുടെ നോട്ടുമായി നേരെ പള്ളിയിൽ ചെല്ലുക. അവിടെയുണ്ട് ഒരു ഭണ്ഡാരപ്പെട്ടി. ചെല്ലപ്പെട്ടി എന്താ പറയല്? ഭണ്ഡാരപ്പെട്ടി അല്ലേ? ചെല്ലപ്പെട്ടി എന്ന് പറയും. അത് മറ്റേ ബോക്സ് ആണല്ലേ സ്കൂളിൽ. ഞങ്ങൾ കാസർഗോഡാണല്ലോ പണ്ട് മലപ്പുറത്തുള്ള ഉസ്താദന്മാരെ പഠിപ്പിച്ചിരുന്നത്. ഇവിടെ ഉസ്മാൻ ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. ഇന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ഉസ്മാൻ ഹുദബി. അപ്പോൾ അവരൊക്കെ ചെല്ലപ്പെട്ടി എന്നാ പറയാ ഈ ബോക്സിന്. അങ്ങനെ ചോദിച്ചതാ. ഭണ്ഡാരപ്പെട്ടി. ആ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ആരാരും അറിയാതെ ഒരു 100 രൂപ ഇട്ടിട്ട് പടച്ചോനോട് പറയാ, അല്ലാഹുവേ നീ പുറത്തു തരണേ. അല്ലാഹു പുറത്തു തരും. നിന്റെ ഇഖ്ലാസ്, നിന്റെ നിയ്യത്ത് നന്നാണെങ്കിൽ നല്ല താല്പര്യത്തോടു കൂടി നീ പടച്ചവനോട് ചോദിച്ചാൽ അല്ലാഹു മായ്ച്ചു തരും ഇൻഷാ അല്ലാഹ്. ഇത് ഹബീബിന്റെ വചനമാണ്. ഒരു തെറ്റു ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യണം. അതല്ലാഹു നീ നേരത്തെ ചെയ്ത തിന്മയെ മായ്ച്ചു കളയാൻ അത് കാരണമാവും. അങ്ങനെ എല്ലാ സമയങ്ങളിലും തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ ഒരു നന്മ ചെയ്താലോ, ഒരു തെറ്റിനെ ഒരു തെറ്റായിട്ട് അള്ളാഹു എഴുതി വെക്കുക, ഒരു നന്മയെ 10 നന്മയായിട്ട് എഴുതി വെക്കുക. നീ 100 തെറ്റ് ചെയ്താൽ 1000 നന്മ ഇവിടെ എത്തി. മനസ്സിലായില്ല? ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹു എഴുതി വെക്കുന്നത് ഒരു തെറ്റായിട്ടാണ്. എന്നാൽ ഒരു നന്മയെ 10 നന്മയായിട്ടാണ് അല്ലാഹു ഇവിടെ എഴുതി വെക്കുന്നത്. ഒരു ദിവസം നീ 100 തെറ്റ് ചെയ്താൽ അതിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്താൽ 100 തെറ്റ് ഇവിടെ എഴുതി വെക്കും, 1000 നന്മ ഇവിടെയും. 1000 നന്മ ഇവിടെ. അപ്പൊ നമ്മള് നാളെ മഹ്ശറിൽ പോവാണ്, നന്മയും തിന്മയും തൂക്കി നോക്കാണ്. അപ്പൊ അള്ളാഹു നമ്മുടെ നന്മ ഒരു തുലാസിൽ വെക്കും, തിന്മ ഒരു തുലാസിൽ വെക്കും. നന്മയുടെ തുലാസിന് ഭാരം കൂടും. കാരണം എന്തേ? നീ ഇവിടെ 100 തെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1000 നന്മ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിന്റെ നന്മയുടെ തുലാസിനെ ഭാരം കൂടാ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, നിന്റെ കിതാബ് വലം കയ്യിൽ നൽകപ്പെടും. അള്ളാഹു നൽകുമാറാവട്ടെ. ഇത് കേൾക്കുന്നുണ്ടോ? വെറുതെ ഇങ്ങനെ കേട്ട് പോയാ പോരാ. ജീവിതത്തിലൊരു മാറ്റം വേണം. പറയുന്ന എനിക്കും വേണം, നിങ്ങൾക്കും വേണം. അള്ളാഹു നന്നാക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹൃദയം കറുത്തുപോയാൽ പ്രശ്നമാണ്.
തിന്മ ചെയ്ത് തൗബ ചെയ്യാതെ നിരന്തരമായി തിന്മകളിൽ തന്നെ നിങ്ങൾ മുഴുകിയാൽ ഹൃദയം കറുത്തുപോയാലോ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ. നന്മയേത് തിന്മയേത് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റൂല. അപ്പോഴാണ് വഅദിന് വന്നാൽ ഹൃദയത്തിന് മാറ്റം വരാതിരിക്കുന്നത്. അപ്പോഴാണ് പള്ളിയിൽ ജുമാ കഴിഞ്ഞിട്ട് ഖത്തീബ് പ്രഭാഷണം നടത്തുമ്പോൾ അതൊക്കെ വെറും വാറൂലയാണ്, അതൊക്കെ വെറും പാഴ്വാക്കുകളാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നത് ഇവിടെ കറുത്തു പോകുമ്പോഴാണ്. ഒരു വഅദ് കേൾക്കുമ്പോൾ മാറ്റം വരാതിരിക്കുന്നത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നോക്കുന്ന ഹൃദയം അത് ശുദ്ധീകരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള വഴി എന്താ? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണം. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന ഒരു ചിന്ത വേണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് പരീക്ഷാ ഹാളിൽ ഇരിക്കാൻ, അപ്പോ പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കാൻ ഒരു അധ്യാപകൻ ഇല്ലെങ്കിൽ നിങ്ങൾ കോപ്പി അടിക്കോ ഇല്ലേ? അത് മാത്രം ചോദിക്കല്ലോ ഉസ്താദ്, നിങ്ങൾ കോപ്പി അടിക്കോ ഇല്ലേ? അധ്യാപകൻ ഇല്ല എന്നാ പിന്നെ ചെറിയൊരു സംശയം ഉണ്ട്, അപ്പുറത്തെ ആളോട് ചോദിക്കും, ഇപ്പുറത്തുള്ള ആളോട് ചോദിക്കും, എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് എഴുതും. പക്ഷെ അധ്യാപകൻ ഉണ്ടെങ്കിൽ ഒരാൾ നോക്കുന്നുണ്ടല്ലോ, എങ്ങനെയാ ചോദിക്കുക, എങ്ങനെയാ കോപ്പി അടിക്കുക? ഇതായിരിക്കും നിങ്ങളുടെ ചിന്ത. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അധ്യാപകനെ കുറിച്ച് ആലോചിക്കുന്ന നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോവുകയാണോ? നിങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുമ്പോ CC ക്യാമറയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോ, ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോ നിങ്ങൾ അവിടെ കുതിര കളിക്കുമോ? മുതലാളി ഇത് കാണുമല്ലോ എന്ന ഭയത്താൽ നിങ്ങൾ അവിടെ കുതിര കളിക്കുമോ? തെറ്റ് ചെയ്യുമോ? ഉറങ്ങുമോ? കളിക്കുമോ? സംസാരിക്കുമോ? മോഷണം നടത്തുമോ? ഇല്ല. ഇത് CC ക്യാമറയുടെ നിയന്ത്രണത്തിലാണ്. അത് മുതലാളി കാണുമല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകും. എന്നാൽ മുതലാളിയുടെ ക്യാമറയെ ഓർത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തെറ്റ് ചെയ്യാതെ നടക്കുമ്പോ അല്ലാഹുവിന്റെ ക്യാമറയെ മറന്നു പോവുകയാണോ? അല്ലാഹുവിന്റെ ക്യാമറയെ മറന്നു പോവല്ലേ. നിന്റെ മുതലാളിയുടെ ക്യാമറയെക്കാളും HD ക്ലാരിറ്റിയാണ് അവിടെ, മെഗാപിക്സലാണ് അവിടെ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉദാഹരണമൊക്കെ തിരിയുന്നുണ്ടോ? മുതലാളിയുടെ ക്യാമറയെ പേടിക്കുന്ന നിങ്ങൾ അല്ലാഹുവിന്റെ ക്യാമറയെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പടച്ചോൻ നോക്കുന്നുണ്ടല്ലോ. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെ പോയാലും അല്ലാഹു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. Where you go, there I am. കേട്ടിട്ടുണ്ടോ പരസ്യം? Where you go, there I am. നീ എവിടെ പോയാലും ഞാനുണ്ട്. പഴയ ഹജ്ജിന്റെ പരസ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? Where you go, there I am. നിങ്ങൾ എവിടെ പോയാലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് കടന്നു വരുന്ന ഒരു സമയത്ത്, മക്കയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരു ഇടയനായ ഒരു സഹോദരൻ ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുന്നത് കാണാനിടയായത്. ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുകയാ. ഇടയനായ സഹോദരനോട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, യാ റാഇയൽ ഗനം, ഓ ആടിനെ മേച്ചു നടക്കുന്ന ഇടയാ, ബിഅനി ഷാതൻ, ഒരു ആട് എനിക്ക് വിൽക്കുമോ? വെറുതെ തരാനല്ല, ബിഅനാ ഷാതൻ, ഒരു ആട് എനിക്ക് തരുമോ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ആ ഇടയൻ ഉമർ തങ്ങളോട് പറഞ്ഞു, ഇന്നഹു മംലൂക്, ഇത് എന്റെ ആടല്ല, ഞാനൊരു ഇടയനാണ്, എന്റെ യജമാനന്റെ ആടാണിത്. ഒന്ന് എണീറ്റ് നിൽക്കൂ നിങ്ങളൊക്കെ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു 3 സ്വലാത്ത്. ഇരിക്കി. ഉറക്കു പോയോ?
സമയമായിട്ട് നമ്മളത് തീരാനായി. ഇനി പോവല്ലേ, 9:50 നിർത്താൻ പോവാണ്. കുറച്ച് സമയം ഏകദേശം ട്രെയിനുണ്ട് വെസ്റ്റ് കോസ്റ്റ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുറച്ച് സമയം കൂടി ഇരിക്കുക. ഉറക്കൊക്കെ പോയില്ലേ? ചുക്ക് കാപ്പിയൊക്കെ കൊടുക്കണം നല്ല ആഗ്രഹമുണ്ട് സംഘാടകർക്ക്. ചുക്ക് കാപ്പി, കട്ടൻ ചായയൊക്കെ. പക്ഷെ എന്താ ചെയ്യുക? പാവം 7 to 11 വയസ്സ് വരെയുള്ള 4-5-6 കുട്ടികൾ ഇങ്ങനെ ഓടിച്ചാടി നടന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകൻ എന്നോട് പറഞ്ഞത്. അള്ളാഹു ആ കുട്ടികൾക്കൊക്കെ അർശിൻ്റെ തണൽ നൽകി സ്വീകരിക്കട്ടെ. ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാ ചെറുപ്പക്കാർക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടേതായ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടൊന്നുമില്ല. നമ്മൾ വാല് വെച്ചു, നമ്മൾ വന്നിട്ടിരുന്നു. അപ്പോൾ നമ്മളോട് ഇതിനെ ശാരീരികമായി അധ്വാനിക്കാൻ നമ്മൾക്ക് ഏതായാലും കഴിഞ്ഞിട്ടില്ല. സാമ്പത്തികമായിട്ടെങ്കിലും ചെറിയൊരു സഹായം എൻ്റെ വക, അതാ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ കൊടുത്ത് സഹകരിക്കണേ. ഇവർക്ക് ബാധ്യതയില്ലാത്ത രീതി നിങ്ങളൊക്കെ സഹകരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമർ തങ്ങൾ ചോദിച്ചു, ഒരാട് എനിക്ക് തരുമോ? അത് പറ്റൂല, ഇന്നഹു മംലൂക്, അത് ഒരു ഉടമസ്ഥന്റെ ആടാണത്, എന്റെ ആടല്ല. അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, ഖുല്ലി സയ്യിദിക് ചെന്നായ കടിച്ചു തിന്നു എന്ന് മുതലാളിയോട് പറഞ്ഞിട്ട് ഒരു ആട് എനിക്ക് താ. ചെന്നായ തിന്നു എന്ന് മുതലാളിയോട് പറയ്, എന്നിട്ട് ഒരു ആട് എനിക്ക് താ എന്ന് മഹാനായ ഉമർ തങ്ങൾ പറയാൻ. അപ്പോഴാണ് ഇടയൻ ഉമർ തങ്ങളോട് ചോദിച്ചത്, ചെന്നായ തിന്നു എന്ന് മുതലാളിയോട് പറയാം. മുതലാളി അത് വിശ്വസിക്കും. പക്ഷേ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിനോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. റഖീബ, അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ റബ്ബിനോട് ഞാൻ എന്താണ് പറയേണ്ടത്? ശരി, വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ചിന്തകൾ വരെ അല്ലാഹു മനസ്സിലാക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കിയോ? ഇവിടെ ചിന്തിക്കുന്ന ചിന്തകൾ, ഒരു ബാങ്ക് കൊള്ളടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ അല്ലേ? ബാങ്ക് കൊള്ള നടന്നിട്ടില്ല, പക്ഷെ പ്ലാൻ ചെയ്തു പടച്ചോൻ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഫഹ്ദറൂ, അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ പോലും അള്ളാഹുവിനോട്, പിശാചിൽ നിന്ന് നിങ്ങൾ കാവൽ തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവേ പിശാചിന്റെ ചിന്തയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ. ഒരു പെണ്ണിനെ പ്രണയിക്കണമെന്ന് തോന്നുകയാണ്, ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നാൻ. അപ്പൊ ആലോചിക്കാൻ തുടങ്ങി, പെണ്ണ് എവിടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്, എവിടെയാണ് പെണ്ണിന്റെ വീട്, എത്ര സമയത്താണ് ബസ് സ്റ്റാൻഡിലേക്ക് വരിക, എത്ര സമയത്താണ് സ്കൂൾ വിട്ട് പോവുക. ഇതൊക്കെ ചിന്തകളാണ്. ഈ ചിന്തകളാണ് വ്യഭിചാരത്തിലേക്ക് നിന്നെ നയിക്കുന്നത്, അല്ലെ? ആദ്യം നീ ചിന്തിക്കും, ചിന്തകൾ ഇങ്ങനെ താലോലിച്ച് അവസാനം അത് പ്രവൃത്തിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോ നിങ്ങൾ ആ ചിന്തയെ തന്നെ കടിഞ്ഞാണിടുക. അങ്ങനെ ഒരു ചിന്ത പ്രണയിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ പടച്ചോൻ ഇത് കാണുന്നുണ്ടല്ലോ, അള്ളാഹു ഇത് അറിയുന്നുണ്ടല്ലോ, ഇത് വ്യഭിചാരമാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു പറയാണ്, വഅലമൂ അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂ, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അല്ലാഹു അതറിയുന്നുണ്ട്. അതുകൊണ്ട് ചിന്തയെ വരെ കടിഞ്ഞാണിടണേ. വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ റഖീബാ, എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ റബ്ബിനോട് ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് മഹാനായ ഉമർ തങ്ങളോട് ഈ ഇടയൻ പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ കരയാൻ തുടങ്ങിയത്. നല്ലൊരു ദീനീ ബോധമുള്ള അടിമ, നല്ലൊരു അള്ളാഹുവിനെ പേടിയുള്ള അടിമ, അള്ളാഹുവിനെ പേടിയുള്ള, അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുള്ള, നിങ്ങൾ എവിടെ പോയാലും അള്ളാഹു നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ബോധമുള്ള അടിമയാണല്ലോ എന്നാലോചിച്ചിട്ട് കരഞ്ഞുകൊണ്ട് മുതലാളിയുടെ സമീപത്തേക്ക് ചെന്നു. ഈ അടിമയെ വിലയ്ക്ക് വാങ്ങുകയും പൈസ നൽകി, സമ്പത്ത് നൽകി, ദിർഹമുകൾ നൽകി ആ അടിമയെ മുതലാളിയിൽ നിന്ന് വാങ്ങുകയും എന്നിട്ട് ഈ അടിമയെ മോചിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ റഹ്മാനായ ഉമർ ഇബ്നു
ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ലൊരു അടിമയെ മോചിപ്പിച്ചു. ഇഷ്ടംപോലെ സംഭവമുണ്ട്. कहने लगे सब दरवाज बंद कर डाला, कहने लगे सब दरवाज बंद कर डाला, लेकिन बंद हो गई खुदा की एक दरवाजा. മതിൽക്കെട്ടുകളുടെ മറവിൽ നിന്നിട്ട് ഒരു അറാബി പെണ്ണിനെ വ്യഭിചരിക്കാൻ നിൽക്കുമ്പോ വ്യഭിചരിക്കാൻ വരുന്ന വ്യഭിചാരിയോട് ആ അറാബി പെണ്ണ് ചോദിച്ചു, വാതിലുകളെല്ലാം അടച്ചു വെച്ചിട്ടുണ്ടോ? മനസ്സിന്റെ അകത്തളങ്ങളിൽ എടുപൊട്ടിയ വ്യഭിചരിക്കാൻ വന്ന അറാബി തന്റെ റൂമിന്റെ കതകുകളെല്ലാം അടച്ചു വന്നിട്ട് തന്റെ പെണ്ണിനെ പ്രാപിക്കാൻ, വ്യഭിചരിക്കാൻ വേണ്ടി, പെണ്ണിന്റെ ശരീരത്തെ സ്പർശിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ആ പെണ്ണ് ചോദിച്ചല്ലോ, कहने लगे सब दरवाज बंद कर डाला, എല്ലാ വാതിലുകളും അടച്ചിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ലാകിൻ ബന്ദ് ഹോ ഗയി ഖുദാ കി ഇക് ദർവാസ, അല്ലാഹു കാണുന്ന വാതിൽ നിങ്ങൾ അടച്ചിട്ടില്ലല്ലോ, അല്ലാഹു ശ്രദ്ധിക്കുന്ന വാതിലടക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അതുപോലെ രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ നിശയുടെ നിശബ്ദതയിൽ ആരാരും കാണാതെ ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ആരാരും കാണില്ലല്ലോ, ധൈര്യമായി ശരീരം വഴങ്ങിത്തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ആരും കാണില്ലേ, ഇല്ല ആരും കാണില്ല. അപ്പോഴാണ് ആ പെണ്ണ് ചോദിക്കുന്നത്, നക്ഷത്രങ്ങളും ആകാശങ്ങളുമല്ലാതെ വേറെ ഒരാൾക്കും വ്യഭിചരിക്കുന്നത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, ഐന മുകൗകിബുഹാ, നിങ്ങളല്ലേ പറഞ്ഞത് നക്ഷത്രം കാണുമെന്ന്? എന്നാൽ നക്ഷത്രത്തെ നിർമ്മിച്ച, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, ആകാശങ്ങളെ സൃഷ്ടിച്ച, ചന്ദ്രനെയും സൂര്യനെയും സകലമാന സരാചരാചരങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു ഇത് കാണൂലേ? നക്ഷത്രത്തിന് കാണാൻ പറ്റുമെങ്കിൽ അല്ലാഹു എവിടെ? അതുകൊണ്ട് അല്ലാഹുവിനെ കാണാതെ തെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്ന മഹിളാ മാതൃകകൾ, അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ആരാരുമില്ലാതെ വഴിയരികിലൂടെ യൂണിഫോം ധരിച്ച് ബാഗും ധരിച്ച് സ്കൂളിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഒരു പയ്യൻ കടന്നു വന്നിട്ട് പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ വാക്കുകൾ പറയുന്നത്. അവനോട് പറയണം അല്ലാഹുവിനെ ഞാൻ പേടിക്കുന്നു, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കെന്റെ റബ്ബിനെ പേടിയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ പെൺമക്കൾക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബി ലഹും, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. ആളുകളുടെ മുമ്പിൽ നിസ്കരിക്കുന്നവനല്ല പ്രതിഫലമുള്ളത്, ആളുകൾ കാണാൻ വേണ്ടി സദഖ കൊടുക്കുന്നവനല്ല പ്രതിഫലമുള്ളത്, ആളുകൾ കാണാൻ വേണ്ടി സുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനല്ല അല്ലാഹു പ്രതിഫലം നൽകുന്നത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ പേടിക്കുന്നവൻ, അല്ലാഹുവിനെ ഭയക്കുന്നവൻ, ബിൽ ഗൈബ്, ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ആരാരും കാണില്ല എന്ന് എന്റെ ചങ്ങാതിമാരോ നാട്ടുകാരോ ഉസ്താദുമാരോ രാഷ്ട്രീയ പ്രവർത്തകരോ മാതാപിതാക്കളോ കുടുംബക്കാരോ ആരും കാണൂല. ഞാൻ ഒറ്റയ്ക്കാൻ, എനിക്ക് വ്യഭിചരിക്കാൻ അവസരമുണ്ട്. സ്കൂളിലേക്ക് എവിടെ നിന്നോ ടൂറ് പോയി അവിടെ ഒറ്റയ്ക്ക് പെണ്ണും ആണും മുറിയെടുത്ത് ജീവിക്കാൻ അവസരമുണ്ടായി, അതിനുള്ള സൗകര്യമുണ്ടായി. പക്ഷേ അവൻ പേടിച്ചത് ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിക്കുന്നവർ ആൾക്കൂട്ടത്തിനിടയിലല്ല, ആൾക്കൂട്ടങ്ങൾക്കിടയിലല്ല, അവരുടെ മുമ്പിലല്ല, ആരും കാണാത്ത സമയങ്ങളിൽ അല്ലാഹുവിനെ പേടിക്കുന്നവർ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം, അവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് വണ്ണമായ പ്രതിഫലമാണെന്ന് പരിശുദ്ധ ഖുർആൻ. എപ്പോഴും ജമാഅത്തിന് വരുന്ന ഒരാൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ, പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം അവിടെ അല്ലേ? സകാത്ത് കൊടുക്കുമ്പോ പരസ്യമായി കൊടുക്കണം, ഫർള് നിസ്കരിക്കുമ്പോ പരസ്യമായി നിസ്കരിക്കണം. എന്തേ? അതൊക്കെ നിർബന്ധ ബാധ്യതകളാണ്. അത് ചെയ്തതിന്റെ പേരിൽ ഇവിടെ ആരും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല.
സക്കാത്ത് കൊടുക്കുമ്പോൾ രഹസ്യമായിട്ടല്ല കൊടുക്കേണ്ടത്. സക്കാത്ത് അത് നിന്റെ ഔദാര്യമല്ല, അവകാശമാണ്. അല്ലേ? നിന്റെ ഔദാര്യമല്ല, അവകാശമാണ്. അത് പബ്ലിക്കായി ആളുകൾ കാണുന്ന രീതിയിൽ സക്കാത്ത് കൊടുക്കണം. പക്ഷേ സ്വതക്ക ആരും കാണരുത്, രഹസ്യമായി കൊടുക്കണം. അത് നീ ചെയ്യുന്ന എക്സ്ട്രാ പ്രവർത്തനങ്ങളാണ്. നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് അത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലല്ല സുന്നത്ത്. വീട്ടിൽ വെച്ചിട്ട് നിസ്കരിച്ചിട്ട് പള്ളിയിൽ പോവുക, സലാം വീട്ടി ദുആ കഴിഞ്ഞു വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും വീട്ടിൽ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക. എന്തേ? അവിടെ നിസ്കരിച്ചാൽ ആളുകൾ കാണും, ഇവിടെ നിസ്കരിച്ചാൽ ആരും കാണൂല. ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ സമയങ്ങളിൽ, ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. ലഹു മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം, അജ്റുൻ അലീം, അവർക്ക് ഒരുപാട് പ്രതിഫലം അല്ലാഹു നൽകും. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن بالغൈബ്. ഏത് സൂറത്താ? അൽ ബഖറ, സൂറത്തു യാസീൻ. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن بالغൈബ്. അല്ലാഹുവിനെ ഏകമായി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ പേടിക്കുന്നവർ, ഫബശ്ശിരുഹു, നബിയേ അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണേ, ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെന്നും അവർക്ക് വണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകിയിട്ടുണ്ടെന്നും ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല ഗ്ലാമറുള്ള നല്ലൊരു ജെന്റിൽമാൻ, അല്ലേ? നല്ല പിക്കപ്സും നല്ല ചെസ്റ്റും, ബോഡി പിക്കപ്സും ചെസ്റ്റും ശരീരത്തിന്റെ 6 പാക്ക് ഒക്കെയുള്ള നല്ലൊരു ജെന്റിൽമാൻ, ആരും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് നല്ല അഭിപ്രായമായിരുന്നു ആ ചെറുപ്പക്കാരനെ കുറിച്ച്. പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണ് ചതിക്കാൻ വേണ്ടി, വ്യഭിചാരത്തിലേക്ക് നയിക്കാൻ വേണ്ടി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പെണ്ണ് തയ്യാറാവുകയാണ്. പെണ്ണ് ഇനിഷ്യേറ്റ് ചെയ്യുക. ആണുങ്ങൾ ഏതായാലും അങ്ങനെ ചെയ്യുന്നുണ്ട്, പെണ്ണും കൂടി ചെയ്താൽ പിന്നെ അപകടമല്ലേ? ആണുങ്ങൾ ഏതായാലും, ചെറുപ്പക്കാർക്കൊക്കെ പണി, എല്ലാ ചെറുപ്പക്കാരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്. ചെറുപ്പക്കാർക്ക് ഏതായാലും പണി എന്താ? എവിടെയെങ്കിലും സ്കൂൾ വിടുന്ന സമയത്ത് എവിടെ പോവുക? ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ വായ നോക്കി നടക്കുക. അതൊക്കെ ഒഴിവാക്കേണ്ട സമയമായിട്ടുണ്ട്. എന്തിനീ വായ നോട്ടമൊക്കെ, അല്ലേ? വെറുതെ പോയിട്ട് ഹറാം ഇങ്ങനെ വാങ്ങാം. 10 പെണ്ണ് വന്നാൽ 10 ഹറാമായി ഇവിടെ. ഇതൊക്കെ വേണോ? ഒക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യ് പടച്ചവനോട്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യ്, പടച്ചവൻ എൻ്റെ കണ്ണ് നിയന്ത്രിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന്. അള്ളാഹു നമ്മൾക്കൊക്കെ ഹറാമ് കാണാതെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ദുആ കൊണ്ടേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ. ചെറുപ്പക്കാർക്ക് ആകെയുള്ള വിഷയം ഇതാണ്. എന്നോട് അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഇത് മാത്രം പറ്റുന്നില്ല, ഞാൻ ഒക്കെ ചെയ്യാം, കണ്ണ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഹറാമ് കാണുമ്പോൾ നോക്കിപ്പോവാണ്. ഉണ്ടാകും ചെറുപ്പത്തിന്റെ ആ ഒരു പ്രസരിപ്പും ചുറുചുറുക്കൊക്കെ നമ്മൾക്ക് വൈകാരികമായ താല്പര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക, അല്ലാഹുവേ 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 ഞങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറാം കാണാതെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറാം കേൾക്കാതെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിനോട്. അല്ലാഹു സ്വീകരിച്ചാൽ ഹറാമായ കാര്യങ്ങളിൽ വികാരം ഉണ്ടാവൂല. വികാരം ഹറാമിൽ നിന്ന് എടുത്തു കളയും. ഭാര്യയോടുണ്ടാകും, ഹറാമായിട്ടുള്ളൊരു വികാരം ഉണ്ടാവൂല. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരും ദുആ ചെയ്യും. അത് മാത്രം പറയല്ലോ ഉസ്താദ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അല്ലേ? പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടാനാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു പെണ്ണിന് തോന്നി ആ നല്ലൊരു സ്റ്റൈൽമാൻ ആയിട്ടുള്ള ജെന്റിൽമാനായ ആ ചെറുപ്പക്കാരൻ എങ്ങനെയെങ്കിലും ഒന്ന് വശീകരിച്ച് ശാരീരികമായിട്ട് ഒന്ന് ബന്ധപ്പെടണം, ശാരീരികമായ സുഖമൊന്ന് ആസ്വദിക്കണം എന്നൊരു താല്പര്യം. അതിന് ഡിറക്റ്റ് പോയി അവിടെ പോയി അതൊരു റിസ്ക്കാണ്. അപ്പോൾ അതിന് കുറുക്ക് വഴി നോക്കി. ഒരു വൃദ്ധയായ വയോധികയായ ഒരു ഉമ്മൂമ്മയെ, ഒരു വല്യുമ്മയെ ഏൽപ്പിച്ചു. ഇന്നാലിന്ന ചെറുപ്പക്കാരൻ വഴിയിലൂടെ കടന്നു വരുമ്പോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് എന്റെ മുറിയിലേക്ക് കൊണ്ടുവരണം. വല്യുമ്മ അത് ഏറ്റെടുക്കുകയും ചെയ്തു. വല്യുമ്മ കൊണ്ട് പണി.
വല്യമ്മ അത് ഏറ്റെടുത്തു. അങ്ങനെ ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വൃദ്ധയായ തന്ത, ഒരു ഉമ്മ എന്നിട്ട് ഇങ്ങനെ വിഷമത്തോടെ കരയുന്നുണ്ട്. എന്താണ് ഉമ്മ, എന്തിനാ കരയുന്നത്? അപ്പൊ പറഞ്ഞു, മോനെ, ഞാനൊരു വൃദ്ധയാണ്, എന്റെ ശരീരം ശുഷ്കിച്ചു പോയിരിക്കുകയാണ്. എന്റെ വീട്ടിലൊരു ആടുണ്ട്. ആ ആടിനെ മേയ്ക്കാൻ, ആടിനെ കറക്ക നിങ്ങൾ എന്താ പറയാ, കറക്കാൻ തന്നെയല്ലേ അല്ലെ? ആടിനെ കറക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതിനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ എന്റെ വീട്ടിലേക്ക് വന്നിട്ട്? ആ സഹോദരൻ ആലോചിച്ചത്, വൃദ്ധയായ ഒരു പെണ്ണാണല്ലോ, വൃദ്ധയായ ഒരു സഹോദരിയാണല്ലോ, ഇവളെ കാണുമ്പോൾ ശാരീരികമായി ആഗ്രഹം പോലുമില്ലാത്ത ഒരു പെണ്ണ്. വയസ്സത്യമാരെ കണ്ടാലൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഇന്നിപ്പോ 80 വയസ്സായ ഉമ്മുമ്മയെ പോലും വ്യഭിചരിക്കുന്ന കാലമാണ്. പണ്ടത്തെ കാലത്തെ കഥയെ പറയണത്. ശാരീരികമായി താല്പര്യമോ വികാരമോ തോന്നാത്ത ഒരു വൃദ്ധയായ ഒരു തള്ള, ആ തള്ളയെ സഹായിക്കുന്നത് ദീനിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് ആ പെണ്ണിനെ സഹായിക്കാൻ വേണ്ടി വൃദ്ധയായ ഉമ്മയുടെ പിന്നാലെ ആ ചെറുപ്പക്കാരൻ കടന്നുപോയി. നടന്നു ഒരു വീടിലേക്ക് എത്തി. ആ വീടിന്റെ മുറിയിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വൃദ്ധയായ തള്ള വീടിന്റെ പുറത്തുകൂടി വീടിന്റെ പിറകുവശത്തേക്ക് പോയി. അപ്പോഴേക്കും ആ സ്വഹാബി ചോദിച്ചു, ആ സഹോദരൻ ചോദിച്ചു, അല്ല, എവിടെ നിങ്ങൾ കറക്കാനുണ്ട് എന്ന് പറഞ്ഞ ആടെവിടെ എന്ന് ഞാൻ കൊണ്ടുവരാം, വെയിറ്റ് ചെയ്യേ. അങ്ങനെ മുറിയിലിരിക്കുമ്പോഴാണ് സുന്ദരിയായ ഒരു പെണ്ണ് മുറിയിലേക്ക് കടന്നു വരുന്നത്. വീടിന്റെ വാതിലുകളെല്ലാം ക്ലോസ് ചെയ്തു, വീടിന്റെ വാതിലുകളെല്ലാം ബന്ധിച്ചു, എല്ലാം അടച്ചു. ഈ സഹോദരനെ ടച്ച് ചെയ്യുവാനും സ്പർശിക്കുവാനും വശീകരിക്കുവാനും വേണ്ടി ഈ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വരുമ്പോ ചെറുപ്പക്കാരൻ കുതറി മാറി. ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിക്കുന്നവനല്ലേ മുഅ്മിൻ അല്ലേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഇന്നി ലഅലമന്ന ഖവാമൻ മിൻ ഉമ്മതി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്ത്. പേടിക്കേണ്ട ഒരു ഹദീസാണ്, നമ്മൾക്കൊക്കെ പരിചയമുള്ള ഹദീസാണിത്. ലഅലമന്ന ഖവാമൻ മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. ആരാണവർ? യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്ത്. നാളെ മഹ്ശറ വൻസഭയിലേക്ക് ഒരുപാട് പർവ്വതം കണക്ക് നന്മകളുടെ കൂമ്പാരവുമായിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സ്വർഗ്ഗത്തിന്റെ പ്രതീക്ഷകളുമായി കടന്നു വരുന്ന ഒരുപാട് സഹോദരങ്ങളെ എനിക്കറിയാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പർവ്വതം കണക്ക് നന്മകളുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരുടെ, സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ എല്ലാവരുടെയും നന്മകളെ അല്ലാഹു ധൂളി പടലം പോലെ പൊടിപൊടിയാക്കി തവിട്ടുപൊടിയാക്കി വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വലിയ നിസ്കാരങ്ങളുമായി, തഹജ്ജുദ് നിസ്കാരവുമായി, നോമ്പുമായി, സ്വതക്കയുമായി, നിസ്കാരവുമായി, സഹായ സഹകരണങ്ങളുമായി, നന്മയുടെ കൂമ്പാരവുമായി, പർവ്വതം കണക്ക് നന്മയുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സ്വർഗ്ഗത്തിന്റെ പ്രതീക്ഷകളുമായി വരുന്നവർ, അവരുടെ അമലിനെ അല്ലാഹു ചീട്ടുകൊട്ടാരം പോലെ പൊളിച്ച് തവിട് പൊടിയാക്കി ധൂളി പോലെ പൊടി പോലെ അല്ലാഹു ചുരുട്ടിക്കെട്ടി വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ് ജല്ലിഹിം ലനാ സിഫുഹും ലനാ, ആരാണെന്ന് പറഞ്ഞു തരുമോ? ആരാണ് നബിയെ ആ കൂട്ടം ആളുകൾ? ലഅല്ലാ നകൂന മിൻഹും, അവരിൽ പെടാതിരിക്കാനാണ്. അങ്ങനെയുള്ള ആളുകളിൽ പെടാതിരിക്കാൻ അവർ ആരാണെന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അനാ ഇന്നഹും ഇഖ്വാനുകും, അത് നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരാണ്. വമിൻ ജൽദതികും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണ്. വയഖുദൂന മിനൽ ലൈൽ കമാ തഖുദൂൻ, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കെല്ലാം ഉറക്കൊഴിച്ചുകൊണ്ട് നിങ്ങളെപ്പോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് അവർ. വയഖുദൂന മിനൽ ലൈൽ കമാ തഖുദൂൻ,
നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോലെ അവരും തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ സദഖ കൊടുക്കുന്നത് പോലെ അവരും സദഖ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, നന്മകളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വലാകിന്നഹും അവരിൽപ്പെട്ട ചില ആളുകൾ ഒരു കൂട്ടം ആളുകളാണ് ഇദാ ഖലൗ ബിമഹാരിമില്ലാ. വളരെ വളരെ പേടിക്കണം സഹോദരിമാരെ. കിടപ്പറയിൽ കിടന്നിട്ട്, പുതപ്പിന്റെ അകത്തലങ്ങളിൽ കിടന്നിട്ട് ഉപ്പയറിയാതെ കാമുകന്മാരോട് സ്വറ പറയുന്ന പെൺകുട്ടികള്, കാമുകിമാരോട് സ്വറ പറയുന്ന ആൺകുട്ടികള്, ആരാരും കാണാനില്ല എന്ന് പറയുമ്പോ മുതലാളിമാരുടെ ക്യാഷറിൽ നിന്ന് ക്യാഷുകൾ വലിച്ചോറുന്നവര്, മുതലാളിമാരെ പറ്റിക്കുന്നവര്, അപ്പുറത്തുള്ള വീട്ടുകാരന്റെ മുതലപഹരിക്കുന്നവര്, ആരാരും കാണാനില്ല എന്ന് തോന്നുമ്പോ രാത്രിയുടെ യാമങ്ങളിൽ ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഹറാം കാണുന്നവര്, വ്യഭിചാരം കാണുന്നവര്, വേണ്ടാത്ത ഫിലിമുകൾ ഡൗൺലോഡ് ചെയ്യുന്നവര്, പോൺ വീഡിയോകൾ കാണുന്നവര്, കാമുകിയുടെ കൂടെ കറങ്ങി നടക്കുന്നവര്, മതിൽ ചാടുന്നവര്, അമാ ഇന്നഹും ഇഖ്വാനുകും നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ടവരാണവര്. ഇദാ ഖലൗ ബിമഹാരിമില്ല അവർക്ക് ഹറാം ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ, സ്റ്റഡി ടൂറിന്റെ കഥകൾ പറഞ്ഞുവല്ലോ, ആരാരുമില്ലാത്ത അവസ്ഥയില് ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ മതിൽക്കെട്ടുകൾക്കകത്തലങ്ങളിലേക്ക് ചെന്നാൽ ആരാരും കാണാതെ ഹറാം ചെയ്യാനും തന്റെ പുതപ്പിനെയും തന്റെ മഫ്തയെയും തന്റെ ഹിജാബിനെയും തന്റെ ഷാളിനെയും വലിച്ചെറിഞ്ഞിട്ട് തല തുറന്നിട്ട് പൊട്ടുതെറിച്ചിട്ട് മറ്റുള്ള ചെറുപ്പക്കാരുടെ കൂടെ, അന്യപുരുഷന്മാരുടെ കൂടെ സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരികൾ ഏതെങ്കിലും കാടിന്റെയോ ബിൽഡിങ്ങിന്റെയോ സ്കൂളിന്റെയോ മറവിൽ ചെന്നിട്ട് കഞ്ചാവിന്റെയും കള്ളിന്റെയും സീസറിന്റെയും മേക്കുമരുന്നിന്റെയും ലഹരിയുടെയും അഡിക്റ്റാവുന്നവർ. ആളുകൾക്ക് മുമ്പിൽ അവർ നല്ലവരാണ്, ആളുകൾക്ക് മുമ്പിൽ നന്മയാണ് ചെയ്യുന്നത്. ഹറാം ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ, ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഹറാം ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ ഇൻതഹകൂഹാ വാലിന് വന്നതെല്ലാം പോയി, തഹജ്ജുദ് നിസ്കരിച്ചത് പോയി. എന്ത് ഹറാം ചെയ്യാൻ ഒരവസരം കിട്ടി? ഒരു പെണ്ണുമായി കിടപ്പറ പങ്കിടാനുള്ള സമയം ലഭിച്ചോ? ആരാരുമില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് കാമുകന്മാരെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആരാരും ശ്രദ്ധിക്കില്ല എന്ന് തോന്നുമ്പോ തോന്നിവാസം ചെയ്യുന്നവർ ഉമ്മയുടെ മുമ്പിൽ ഡീസന്റ് ആണ്, ഭർത്താവിന്റെ മുമ്പിൽ ഡീസന്റ് ആണ്, ജ്യേഷ്ഠാനുജന്മാരുടെ മുമ്പിൽ ഡീസന്റ് ആണ്, ചങ്ങാതിമാരുടെ മുമ്പിൽ ഡീസന്റ് ആണ്. അല്ലാഹു അല്ലാതെ വേറെ ഒരാളും കാണാതെ ഹറാം ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ഇൻതഹകൂഹാ ആ നന്മകളെല്ലാം വലിച്ചെറിയുന്ന, ഹറാം ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഹറാം ചെയ്യുന്ന ആളുകളുടെ നന്മകൾ അല്ലാഹുവിന് വേണ്ട, സദഖ അല്ലാഹുവിന് വേണ്ട, സകാത്ത് അല്ലാഹുവിന് വേണ്ട, അവരുടെ നിസ്കാരങ്ങൾ അല്ലാഹുവിന് വേണ്ട, തഹജ്ജുദ് നിസ്കാരം അല്ലാഹുവിന് വേണ്ട. യജഅലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ അല്ലാഹു അവരുടെ നന്മകളെ ചീട്ടുകൊട്ടാരം പോലെ തവിടുപൊടിയാക്കി വലിച്ചെറിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ഇതാണ് നമ്മൾ പേടിക്കേണ്ടത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നല്ലവരാവുക. നിനക്ക് പടച്ചോനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട് എന്ന ഒരു ബോധം നമ്മൾക്കുണ്ടാവും. എവിടെ പോയാലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നിനക്ക് അറിഞ്ഞിട്ടില്ലേ? ചെറുപ്പക്കാരനെ കയറി പിടിക്കാൻ വന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് കുതറി മാറി വീട്ടിൽ നിന്ന് ഓടാൻ വേണ്ടി ശ്രമിക്കുമ്പോ പെണ്ണും നേരെ സ്വരം മാറ്റി പറഞ്ഞു, ഇയാൾ എന്നെ പീഡിപ്പിക്കാൻ വന്നതാണ്, ഓടിവായോ, എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട് എന്ന്. ഈ ചെറുപ്പക്കാരനിൽ നിന്ന് വ്യഭിചാരം ലഭിക്കില്ല, ഈ ചെറുപ്പക്കാരന്റെ ശരീരം സുഖിക്കാൻ കഴിയില്ല എന്ന് ബോധം വന്നപ്പോ ആ പെൺകുട്ടി അവിടെ നിന്ന് ഒച്ച വെച്ചിട്ട് എല്ലാ നാട്ടുകാരെയും വിളിച്ചപ്പോ സദാചാര ഗുണ്ടകളായ നാട്ടുകാരെല്ലാം ഓടിച്ചെന്നിട്ട് ചെറുപ്പക്കാരനെ തുരുതുര അടിച്ചിട്ട് ശരീരമാസകലം കെട്ടി ബന്ദിയാക്കി നേരെ ഇലാ ഹദ്റത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങളുടെ സമീപത്തേക്ക് ചെന്നു. ഉമർ തങ്ങൾക്ക് വിഷമം തോന്നി. പടച്ചോനെ, ഈ ചെറുപ്പക്കാരനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നല്ലോ, ഇയാൾ ഇങ്ങനെ ചെയ്യുമോ? എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തഖ്ലിഫ് ലന്നി ഫീ. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരനെ കുറിച്ച് നല്ലൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു, എന്റെ ചിന്തയെ നീ ദയവ് ചെയ്ത് തെറ്റിക്കരുത് എന്ന് പടച്ചോനോട് ദുആ ചെയ്തു. എന്നിട്ട് ചെറുപ്പക്കാരനോട് കഥകളൊക്കെ ചോദിച്ചു. ചെറുപ്പക്കാരൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ നിരപരാധിയാണ്. ഒരു വൃദ്ധയായ ഒരു തള്ള എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഞാൻ വീട്ടിലേക്ക് ചെന്നു. അവിടെ എത്തുമ്പോൾ സുന്ദരിയായ പെണ്ണെന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു, ഞാൻ കുതറി മാറി. അപ്പോഴേക്കും അവൾ പീഡിപ്പിക്കുന്നു എന്ന് ഒച്ച വെച്ചു. ഞാൻ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അടിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും
മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട്ടിലുള്ള സകലമാന ആളുകളോടും എല്ലാ വൃദ്ധയായ തള്ളമാരോടും തന്തമാരോടും വരാൻ പറഞ്ഞു, ഉമ്മമാരോട് വരാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഈ തന്തയാണോ, ഈ തന്തയാണോ, ഇവളാണോ? ആരുമല്ല. ഈ കൂട്ടത്തിൽ വന്നവരിൽ ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ഒരു വൃദ്ധയായ ഒരു പെണ്ണ് പാത്തും പതുങ്ങിയും മെല്ലെ നടന്നു വരുന്നത്. അമീറുൽ മുഅ്മിനീൻ ആ പെണ്ണാണ് എന്നെ വഴിപഠിപ്പിച്ചത്. ഒറ്റയ്ക്ക് ഹറാമ് ചെയ്യാൻ അവസരമുണ്ടായി. ഈ പെണ്ണും ഈ സ്വഹാബിയും മാത്രമാണ്. ആ സമയത്ത് ഞാൻ ചെയ്യൂല, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. ഇത് പറയുന്ന ആളുകൾക്ക് നാളെ അർശിന്റെ തണൽ അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ദുആ ചെയ്തത്, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീനാ ശബീഹ യൂസുഫ്. അല്ലാഹുവേ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ ഒരാളെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂസുഫ് നബിമാരെ പോലെയുള്ള ചെറുപ്പക്കാർ, ദീനീബോധമുള്ള ഒരുപാട് ചെറുപ്പക്കാർ സ്കൂളിൻ്റെ കലാലയങ്ങളിലും ക്യാമ്പസിലും നാട്ടിലുമൊക്കെ ഇരിക്കുമ്പോൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബിനെ പേടിയാണ്, എൻ്റെ അള്ളാഹുവിനെ പേടിയാണെന്ന് പറഞ്ഞ് പൂർണ്ണമായി മാറി നിന്ന് ഒരു ആയത്ത് എപ്പോഴും മനസ്സിൽ വെച്ച് വഹുവ മഅകും ഐനമാ കുൻതും, ഞാൻ എവിടെ പോയാലും എൻ്റെ റബ്ബിൻ്റെ കൂടെയുണ്ടല്ലോ. അത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത. എവിടെ പോയാലും നീ അള്ളാഹുവിനെ പേടിക്കണം. ഒരു തെറ്റ് വന്നാൽ അത്ബിഇസ് സയ്യിഅത്തൽ ഹസന, ഉടനെ ഒരു നന്മ ചെയ്യണം. അതുപോലെ തന്നെ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പടച്ചവന്റെ സിസി ക്യാമറ നിന്റെ ശരീരത്തെ ഫോക്കസ് ചെയ്ത് അല്ലാഹു വെച്ചിരിക്കുകയാണ്. ഞാൻ ഏത് ഇരുട്ടിന്റെ മറവിൽ ചെന്നാലും അല്ലാഹുവിന് എൻ്റെ ശരീരവും എൻ്റെ പ്രവർത്തനങ്ങളും ഒപ്പിയെടുക്കാൻ പറ്റുമെന്നുള്ള ചിന്തയോടുകൂടി ലാഹിറും ബാത്തിനും നന്നാക്കി ഹൃദയം ശുദ്ധീകരിച്ച് ശരീരം വൃത്തിയാക്കുന്നത് പോലെ, നല്ല ചെരുപ്പ് ധരിക്കുന്നത് പോലെ, നല്ല വസ്ത്രം ധരിക്കുന്നത് പോലെ, നല്ല തൊപ്പി ധരിക്കുന്നത് പോലെ, താടിയും മുഖവും മിനുക്കുന്നത് പോലെ എല്ലാ ദിവസവും 1 മണിക്കൂർ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുക. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഹൃദയം ശുദ്ധിയാകും, സ്വലാത്ത് ചൊല്ലുമ്പോൾ ഹൃദയം ശുദ്ധിയാകും, ദിക്ർ ചൊല്ലുമ്പോൾ ഹൃദയം ശുദ്ധിയാകും, വഅലിന്റെ സദസ്സിൽ വരുമ്പോൾ ഹൃദയം ശുദ്ധിയാകും. അല്ലാഹു നിങ്ങളുടെയും എന്റെയും ഹൃദയം അല്ലാഹു ശുദ്ധീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ ദുആ ചെയ്യല്ലേ? സംഘാടകരെവിടെ? മജ്ലിസുൻ നൂർ ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് ഓർമ്മയില്ല, ഞാൻ പോവാണ്. എനിക്കിപ്പോൾ നിങ്ങൾ ഇരിക്കുക, ഇനി മജ്ലിസുൻ നൂറൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ബഹുമാനപ്പെട്ട നമ്മുടെ അയ്യൂബ് സഖാഫി അല്ലേ, അയ്യൂബ് സഖാഫിയുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് മജ്ലിസുൻ നൂറും കൂട്ടുപ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഏറ്റെടുത്തിലൊരു തുക ഇനിയും ആർക്കെങ്കിലും സാമ്പത്തികമായി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ സംഘാടകരെ ദയവ് ചെയ്ത് ആരും പ്രയാസങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ സഹായിക്കുക. അയ്യൂബ് സഖാഫി എത്തിയല്ലേ? ഉപ്പരോട് വരാൻ പറയും. ഞാൻ ദുആ ചെയ്യട്ടെ, ചെറിയൊരു ദുആ ഞാൻ ചെയ്യട്ടെ അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ റഹീമായ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ മുസ്ലിമായി മരിക്കാനും മുസ്ലിമായി ജീവിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم يسر عسيرنا وسهل أمورنا وفرج همومنا واكشف كروبنا. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ എളുപ്പത്തിലാക്കണേ അല്ലാഹ്. ദുഃഖങ്ങളെ നീ അകറ്റണേ അല്ലാഹ്. പ്രാരാബ്ദങ്ങളെ നീക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അദ്ദി ദുയൂനനാ, ഞങ്ങളുടെ കടങ്ങൾ കൊടുത്തു വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഹസ്സുൽ മുറാദനാ വഖളി ഹാജാതിനാ. അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി തരണേ അല്ലാഹ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ദുഫഅ ബലിയാതിനാ. അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന്, മുസീബത്തിൽ നിന്ന്, ആഫത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അശ്ഫി അംറാലനാ വഅംറാല മർലാനാ വഅംറാല മൻ ഔസാനാ ബിദ്ദുആ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ
മാതാപിതാക്കളുടെ രോഗങ്ങളെ, ഞങ്ങളുടെ ഉസ്താദുമാരുടെ രോഗങ്ങളെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങളെ, ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവരുടെ രോഗങ്ങളെ നീ പൂർണ്ണമായി ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ആരോഗ്യം തിരിച്ചു നൽകണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. اللهم إنا نعوذ بك من زوال نعمتك. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് നീ തിരിച്ചെടുക്കല്ലേ റബ്ബേ. നീ തന്ന ശബ്ദമോ, നീ തന്ന സൗന്ദര്യമോ, നീ തന്ന സമ്പത്തോ മക്കളോ ഒന്നും നീ മരണം വരെ നിലനിർത്തണേ അല്ലാ, തിരിച്ചെടുക്കല്ലേ അല്ലാ. നീ തന്ന ബിസിനസ് സാമ്രാജ്യങ്ങളെ നീ തിരിച്ചെടുക്കല്ലേ അല്ലാ. നിന്റെ നിഅമത്ത്, നീ തന്ന ആഫിയത്ത്, കണ്ണിന്റെ കാഴ്ച, ചെവിയുടെ കേൾവി ശക്തി, ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം നീ പകുതിയിൽ വെച്ച് തീർന്നു പോവാതെ നശിച്ചു പോവാതെ അല്ലാഹുവേ മരണം വരെ നീ നിലനിർത്തണേ അല്ലാ. ആരോഗ്യം നീ ഞങ്ങൾക്ക് മരണം വരെ തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ കൊന്നു കളയല്ലേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അവരോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ നീ സ്വീകരിക്കണേ അല്ലാ. മാതാപിതാക്കളോട്, ഉസ്താദുമാരോട്, മുതിർന്നവരോട് ജീവിതത്തിൽ വല്ല അപമര്യാദകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിനെ നീ സഹായിക്കണേ അല്ലാ. ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരുപാട് വെല്ലുവിളികൾക്ക് നടുവിൽ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ കൺകുളിർമയുള്ള ഭാര്യമാരാക്കി, മക്കളാക്കി, ഭർത്താക്കന്മാരാക്കി നീ ഞങ്ങളെ മാറ്റണേ അല്ലാ. മുത്തഖീങ്ങളുടെ നേതാക്കളാക്കണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബ. മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഒരുപാട് മക്കളെ നൽകണേ അല്ലാ. കല്യാണ പ്രായമെത്തിയവർക്ക് കുഫുവത്തതായ ഇണകളെ നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുവേ ഇഹപര വിജയം നൽകണേ അല്ലാ. നരകത്തിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. അദാബില്ലാത്ത സ്വർഗം നൽകണേ അല്ലാ. ഹിസാബില്ലാത്ത സ്വർഗം നൽകണേ അല്ലാ. ഈ വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ اللهم آت أنفسنا تقواها وزكها أنت خير من زكاها. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണേ അല്ലാ. കിബ്റിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അസൂയയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ഇഖ്ലാസില്ലാത്ത റിയായിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നിഷ്കളങ്കമായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിനക്ക് വേണ്ടി ദഅവത്ത് ചെയ്യാൻ, നിന്നെ ആരാധിക്കാൻ, നിനക്ക് വേണ്ടി ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ഞങ്ങളുടെ നിയ്യത്തുകൾ നന്നാക്കണേ അല്ലാ. എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم احفظنا واحفظ أهلنا واحفظ بلادنا من جميع البلايا والأعداء والأمراض. അല്ലാഹുവേ ഞങ്ങളെ, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, മാതാപിതാക്കളെ, ഉസ്താദുമാരെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മാരാരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ الراحمين بفضله صلى الله على محمد صلى الله عليه وسلم.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.